സംശയങ്ങൾക്കും സാധ്യതയുള്ള പല ചർച്ചകൾക്കും അവസരമുണ്ടാവേണ്ടുന്ന ഒരു വിഷയമാണ് നാം ഇന്നലെയും ഇന്നുമായി സംസാരിച്ചതും ഇൻഷാ അല്ലാഹ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നതും. ഏതായിരുന്നാലും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഏറ്റവും പ്രസക്തമായ കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്ത് നമുക്ക് മറ്റ് പരിപാടികളിലേക്ക് നീങ്ങാം. എന്താണ് സ്വപ്നമെന്നും സ്വപ്നം കൊണ്ട് എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നും സ്വപ്നത്തിന്റെ വിവിധ ഇനങ്ങളെക്കുറിച്ചുമെല്ലാം നാം ഇന്നലെ സംസാരിച്ചിരുന്നു. കൂട്ടത്തിൽ നാം പറഞ്ഞിരുന്നു, അമ്പിയാക്കന്മാരുടെ സ്വപ്നം അത് എല്ലാ നിലക്കും മഹ്ഫൂദാകുന്നു, സംരക്ഷിക്കപ്പെട്ടതാകുന്നു എന്ന്. അഥവാ വഹ്യിന്റെ വിവിധ രൂപങ്ങളിൽപ്പെട്ട ഒരു രൂപമാണ് അമ്പിയാക്കന്മാരുടെ സ്വപ്നം. അള്ളാഹുവിന്റെ പക്കൽ നിന്ന് മലക്ക് മുഖേന വിവരങ്ങൾ പ്രവാചകന്മാർക്ക് ലഭിക്കുന്ന അതേ സ്ഥാനമാണ് അമ്പിയാക്കന്മാരുടെ സ്വപ്നത്തിനുമുള്ളത്. ഒരു പ്രവാചകൻ, ഒരു നബി ഒരു സ്വപ്നം കണ്ടാൽ ആ സ്വപ്നത്തിൽ പിന്നെ മറ്റെന്തെങ്കിലും സാധ്യതകൾ ഒട്ടും സംശയിക്കേണ്ടതില്ല. അമ്പിയാക്കന്മാരുടെ സ്വപ്നം തീർത്തും ഹക്കാണ്, ശരിയാണ്. ഇതേ രൂപത്തിൽ തന്നെ പരിപൂർണമായ ഹിഫ്ള്, ഇസ്മത്ത് നൽകപ്പെട്ട ഒരു സ്വപ്നമാണ് അമ്പിയാക്കന്മാരെ കുറിച്ചുള്ള സ്വപ്നവും. അഥവാ അമ്പിയാക്കന്മാർ കാണുന്ന, പ്രവാചകന്മാർ കാണുന്ന സ്വപ്നം അത് എല്ലാ നിലക്കുമുള്ള തെറ്റുകളെ തൊട്ട് സംരക്ഷിക്കപ്പെട്ടതായതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു വ്യക്തി സ്വപ്നം കണ്ടാൽ ആ സ്വപ്നം എല്ലാ നിലക്കും പിഴവുകളെ തൊട്ട്, തെറ്റുകളെ തൊട്ട് സംരക്ഷിക്കപ്പെട്ടതാകുന്നു. ഇൻഷാ അല്ലാഹ് ഞാൻ ഉദ്ദേശിച്ച ആശയം എന്റെ ബഹുമാന്യ ശ്രോതാക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അമ്പിയാക്കന്മാർ കാണുന്ന സ്വപ്നം അത് തീർത്തും സത്യമാണ്, ഹക്കാണ്. ഇതേ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു വ്യക്തി സ്വപ്നത്തിൽ കണ്ടാൽ ആ സ്വപ്നം തീർത്തും സത്യമാകുന്നു. അതിൽ പിന്നെ ഒട്ടും സംശയിക്കേണ്ടതില്ല. ഈ കണ്ട കാര്യം സത്യമാണ് എന്ന് മാത്രമല്ല, ഇങ്ങനെയുള്ള സ്വപ്നം വളരെ മഹത്വമുള്ള സ്വപ്നം കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണുക, നബി തങ്ങളുടെ പക്കൽ നിന്ന് സ്വപ്നത്തിലൂടെ എന്തെങ്കിലും അറിയുക, കേൾക്കുക, ഇത് വളരെ മഹത്വമുള്ള സംഗതിയാണ്. മഹാന്മാരാകുന്ന സ്വാലിഹീങ്ങളുടെയും ഔലിയാക്കന്മാരുടെയും ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണുക എന്നുള്ളത് വലിയൊരാവശ്യമായി, ആഗ്രഹമായി കൊണ്ട് ജീവിച്ചവരായിരുന്നു. മാത്രമല്ല സ്വപ്നത്തിലൂടെ നബി തങ്ങളെ ദർശിക്കുന്നതിന് വേണ്ടി സ്വാലിഹീങ്ങളെല്ലാം ദുആ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യ നബിയെ മനാമിലൂടെ ദർശിക്കുവാനും ആ നബിയോടുകൂടെ സ്വർഗത്തിലുള്ള മുറാഫഖത്ത് ലഭിക്കുവാനും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ ഒരുപാട് നീട്ടി സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സഹീഹുൽ ബുഖാരിയിൽ പ്രത്യേകമായൊരു അധ്യായം ഇത് സംബന്ധമായി കൊണ്ടുവന്നിട്ടുണ്ട്. ആ അധ്യായത്തിന്റെ ഹെഡിങ് ബാബു മൻ റഅൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മനാം എന്നാണ്. സ്വപ്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടാൽ അതിന്റെ വിവരണത്തെക്കുറിച്ച്, അതിന്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്ന അധ്യായം എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഈ അധ്യായത്തിന് ഹെഡിങ് ആയി സ്വീകരിച്ചിട്ടുള്ളത്. അതിൽ ഒന്നിലധികം ഹദീസുകൾ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ഹദീസിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, സമീഅത്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു. എന്താണ് നബി തങ്ങൾ പറയുന്നത്? മൻ റആനി ഫി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണുക എന്നുള്ളത് ആരിഫീങ്ങളും ഔലിയാക്കന്മാരും ആഗ്രഹിച്ചിരുന്ന കാര്യമാണ്. അവർക്ക് അതിനുവേണ്ടി ഒരുപാട് ദിക്റുകൾ ചെല്ലുകയും അതിനുവേണ്ടി ധാരാളം ദുആ ചെയ്യുകയും ചെയ്തവരാണ്. നബി തങ്ങളെ സ്വപ്നത്തിൽ കണ്ടാൽ അതിന് ഒരുപാട് പ്രത്യേകതകളും മഹത്വങ്ങളുമുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ നമുക്ക് ആ കാര്യം മനസ്സിലാക്കാം. നബി തങ്ങൾ പറയുന്നു, മൻ റആനി ഫിൽ മനാമി ഫസയറാനി ഫിൽ യഖിള വലാ യതമസ്സലു ശൈത്വാനു ബി.
ആരെങ്കിലും എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ ഫസയറാനി ഫിൽ യഖ്ലത്തി, യഖ്ലത്തിൽ അഥവാ ഉണർച്ചയിൽ അവർക്ക് എന്നെ കാണാൻ സാധിക്കും. വലാ യതമസ്സലു ശൈത്വാനു ബി, എന്റെ രൂപത്തിൽ പിശാച് പ്രത്യക്ഷപ്പെടുകയില്ല. സഹീഹുൽ ബുഖാരിയിലെ ഒരു ഹദീസാണിത്. മൻ റആനി ഫിൽ മനാമി, ആരെങ്കിലും എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ ഫസയറാനി ഫിൽ യഖ്ലത്തി, യഖ്ലത്തിലും അവർക്ക് എന്നെ കാണാൻ സാധിക്കും, ഉണർച്ചയിലും അവർക്ക് എന്നെ കാണാൻ സാധിക്കും. ഹദീസിന്റെ സിഹത്തിനെ കുറിച്ച് ഒരിക്കലും സംശയിക്കേണ്ടതില്ല. കാരണം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു എടുത്ത സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഏതെങ്കിലും ഒരാൾ എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ ഫസയറാനി ഫിൽ യഖ്ലത്തി, യഖ്ലത്തിൽ ഉണർച്ചയിലും അവർക്ക് എന്നെ കാണാൻ സാധിക്കും. ഈ ഹദീസിന്റെ വ്യാഖ്യാനം, ഈ ഹദീസിന്റെ വിശദീകരണം പല രൂപത്തിലും മഹാന്മാരാകുന്ന മുഹദ്ദിസീങ്ങൾ ഈ ഹദീസിനെ വിവരിക്കുന്നുണ്ട്. കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫതുഹുൽ ബാരിയിൽ ഉദ്ധരിക്കുന്ന ഒരു വ്യാഖ്യാനം, അന്നഹു യറാഹു ഫിദ്ദുനിയ ഹഖീഖതൻ വയുഖാതിബുഹു, ആരെങ്കിലും എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ ഫസയറാനി ഫിൽ യഖ്ലത്തി, ഉണർച്ചയിലും അവർക്ക് എന്നെ കാണാൻ സാധിക്കുമെന്ന് പറയുന്ന ഈ ഹദീസിന്റെ വ്യാഖ്യാനം യിൽ തന്നെ നബി തങ്ങളോട് സംസാരിക്കുവാനും സാധിക്കും. ഇതാണ് ഹദീസിന്റെ താല്പര്യമെന്ന് പല വ്യാഖ്യാനങ്ങളുടെയും വിശദീകരണങ്ങളുടെയും കൂട്ടത്തിൽ ഒരു അഭിപ്രായമായി കൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഈ ഹദീസിനെ വ്യാഖ്യാനിക്കുന്നു. ഇതിന് ധാരാളം സമാനമായ സംഭവങ്ങളും നമുക്ക് പറയാൻ സാധിക്കും. ബഹുമാനപ്പെട്ട അസ്ഖലാനി റളിയല്ലാഹു അൻഹു തന്നെ ഫതുഹുൽ ബാരിയിൽ പറയുന്ന പല സംഭവങ്ങളും. ഹലോ, കേട്ടില്ല എന്ന് ടാക്സിയാണോ? ഏതായിരുന്നാലും ഞാൻ ഏകദേശം ഒരു ധാരണ വെച്ചുകൊണ്ട് സംസാരം തുടരാം. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറയുന്നു, മൻ റആനി ഫിൽ മനാമി, ആരെങ്കിലും എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ അവർക്ക് എന്നെ ഉണർച്ചയിൽ കാണാൻ സാധിക്കും. വലാ യതമസ്സലു ശൈത്വാനു ബി, എന്റെ രൂപത്തിൽ, എന്റെ കോലത്തിൽ പിശാച് പ്രത്യക്ഷപ്പെടുകയില്ല. ആരെങ്കിലും എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ ഫസയറാനി ഫിൽ യഖ്ലത്തി, ഉണർച്ചയിലും അവർക്ക് എന്നെ കാണാൻ സാധിക്കുമെന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുള്ളത്. ഈ ഹദീസിന് പല വ്യാഖ്യാനങ്ങളും പല വിശദീകരണങ്ങളും കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഒരു വിശദീകരണം, ഒരു അഭിപ്രായം ബഹുമാനപ്പെട്ട അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറയുന്നു, അന്നഹു യറാഹു ഫിദ്ദുനിയ ഹഖീഖതൻ വയുഖാതിബുഹു, ദുനിയാവിൽ വെച്ച് ഉണർച്ചയിൽ തന്നെ, ഉറക്കത്തിലല്ല, സ്വപ്നത്തിലല്ല, ഉണർച്ചയിൽ തന്നെ, നല്ല ബോധാവസ്ഥയിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുവാനും നബി തങ്ങളുമായി സംസാരിക്കുവാനും സാധിക്കും. ഇതാണ് ഈ ഹദീസിന്റെ താല്പര്യം. പല ഔലിയാക്കന്മാരുടെയും ആരിഫീങ്ങളുടെയും ചരിത്രം പരിശോധിച്ചാൽ ഇങ്ങനെയുള്ള ധാരാളം അനുഭവങ്ങൾ, സംഭവങ്ങൾ നമുക്ക് കാണാനും സാധിക്കും. ഈ വ്യാഖ്യാനം കൊടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട അസ്ഖലാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫതുഹുൽ ബാരിയിൽ തന്നെ പല സംഭവങ്ങളും പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കപ്പെടുന്ന ഒരു സംഭവം, അന്നഹു റഅൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിന്നൗം, ബഹുമാനപ്പെട്ട നബി തങ്ങളുടെ വഫാത്തിന് ശേഷം ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. ഫബഖിയ ബഅദ അൻ ഇസ്തൈഖള മുതഫക്കിറൻ ഫി ഹാദൽ ഹദീസ്, ഈ സ്വപ്നം കണ്ട നബി തങ്ങൾ ഇപ്രകാരം ഒരു ഹദീസ് പറഞ്ഞിട്ടുണ്ടല്ലോ, മൻ റആനി ഫിൽ മനാമി ഫസയറാനി ഫിൽ യഖ്ല എന്നൊരു ഹദീസ് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ എന്റെ ഈ സ്വപ്നത്തിന്റെ താല്പര്യം എന്തായിരിക്കും? ഞാൻ നബി തങ്ങളെ കഴിഞ്ഞ രാത്രി സ്വപ്നത്തിൽ കണ്ടാൽ ഫസയറാനി ഫിൽ യഖ്ലത്തി, ഉണർച്ചയിലും ഉണർവിലും അവർക്ക് എന്നെ കാണാൻ സാധിക്കും എന്ന് ഒരു ഹദീസ് ഉണ്ടല്ലോ. ഈ കാര്യം ഇങ്ങനെ ആലോചിച്ച് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഫദഖല അലാ ബഅദി ഉമ്മഹാത്തിൽ മുഅ്മിനീൻ, ബഹുമാനപ്പെട്ട അസ്ഖലാനി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്, ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തിൽപ്പെട്ട, കുടുംബത്തിൽപ്പെട്ട ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട ചില നബി തങ്ങളുടെ ഭാര്യമാരുടെ അരികിലേക്ക് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെന്നു. ഞാൻ ആ ഭാഗം കൂടുതൽ വിശദീകരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആരെയായിരുന്നു സമീപിച്ചിരുന്നത്, അവരും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തമ്മിലുള്ള കുടുംബ ബന്ധം എന്തായിരുന്നു, ഇതെല്ലാം തന്നെ അസ്ഖലാനി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. സമയം വൈകിയത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പ്രവേശിക്കുന്നില്ല.
ഏതായിരുന്നാലും ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ ഭാര്യമാരിൽപ്പെട്ട ചില ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട ചില മഹദിമാരെ സമീപിച്ചു. എന്നിട്ട് ഈ വിഷയം അവരോട് പറഞ്ഞു. ഞാൻ കഴിഞ്ഞ രാത്രിയിൽ നബി തങ്ങളെ സ്വപ്നത്തിൽ കണ്ടിരുന്നു. എന്നാൽ നബി തങ്ങൾ ഇപ്രകാരം ഒരു ഹദീസ് പറയുകയും ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് എന്തായിരിക്കും അതിന്റെ താല്പര്യം? ഫഅഖ്റജത് ലഹുൽ മിർആത്ത് അല്ലതി കാനത് ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ കണ്ണാടിയായി ഉപയോഗിച്ചിരുന്ന ഒരു കണ്ണാടി ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് നബി തങ്ങളുടെ ഭാര്യമാരിൽപ്പെട്ട ചില ഭാര്യമാർ കൊടുത്തു. ഫനദറ ഫീഹ. ആ കണ്ണാടിയിൽ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നോക്കി. ഫറആ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലം യറാ സൂറത്ത് നഫ്സിഹി. സാധാരണ ഒരു കണ്ണാടിയിൽ നോക്കിയാൽ നോക്കുന്ന ആളുടെ രൂപമാണല്ലോ കാണാറുള്ളത്. പക്ഷെ അവിടെ സംഭവിച്ചത് അതല്ല. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട ചില മഹദിമാർ നൽകിയ ആ കണ്ണാടിയിൽ നോക്കിയപ്പോൾ ഫറആ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിൽ നോക്കുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ രൂപമല്ല കണ്ടത്. സാധാരണ അങ്ങനെയാണ് സംഭവിക്കാറുള്ളത്. പക്ഷേ അതല്ല ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കണ്ടത്. വലം യറാ സൂറത്ത് നഫ്സിഹി, സ്വന്തം രൂപത്തെ കണ്ടില്ല. ആ കണ്ണാടിയിൽ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ കാണാൻ കഴിഞ്ഞത് നബി തങ്ങളുടെ രൂപത്തെയായിരുന്നു. ഈ ഹദീസിന്റെ വിശദീകരണത്തിലാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഈ സംഭവം കൊണ്ടുവരുന്നത്. അഥവാ മൻ റആനി ഫിൽ മനാമി, ആരെങ്കിലും എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ ഫസയറാനി ഫിൽ യഖ്ളതി, ഉണർച്ചയിലും അവർക്ക് എന്നെ കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞു, ഈ ഹദീസിന്റെ പല വിശദീകരണങ്ങളും മുഹദ്ദിസീങ്ങൾ പറയുന്നുണ്ട്. കൂട്ടത്തിലൊരു വിശദീകരണം അതിന് തെളിവായിക്കൊണ്ട് ബഹുമാനപ്പെട്ട അയിമ്മത്ത് കൊണ്ടുവന്ന ഒരു സംഭവം മാത്രമല്ല, ബഹുമാനപ്പെട്ട അസ്ഖലാനി റളിയല്ലാഹു അൻഹു തന്നെ തുടരുന്നു. വനുഖില അൻ ജമാഅത്തി മിനസ് സ്വാലിഹീന അന്നഹും റഅൗ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മനാം. പല ഔലിയാക്കന്മാരെ കുറിച്ചും സാലിഹീങ്ങളെ കുറിച്ചും റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഭവങ്ങൾ. ഈ ഔലിയാക്കന്മാർ നബി തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. സുമ്മ റഅൗഹു ബഅദ ദാലിക ഫിൽ യഖ്ള, സ്വപ്നത്തിൽ കണ്ടതിന് ശേഷം ഉണർച്ചയിലും ബഹുമാനപ്പെട്ട നബി തങ്ങളെ ഈ ഔലിയാക്കന്മാർ കണ്ടു. വസഅലൂഹു അൻ അശിയാ കാനൂ മിൻഹാ മുതഖവ്വിഫീന, അവർ സംശയിച്ചിരുന്ന, അതല്ലെങ്കിൽ അവർ പേടിച്ചിരുന്ന, ഭയപ്പെട്ടിരുന്ന പല കാര്യങ്ങളെക്കുറിച്ചും പരിഹാരം ഉണർച്ചയിൽ നബി തങ്ങളെ കണ്ടപ്പോ അവർ ചോദിച്ചു. ഫഅർശദഹും ഇലാ തരീഖി തഫ്രീജിഹ, അവർ പേടിക്കുന്ന, ഭയപ്പെടുന്ന വിഷയത്തെ തൊട്ട് രക്ഷപ്പെടുവാനുള്ള, ഒഴിവാകുവാനുള്ള, മുക്തമാകുവാനുള്ള മാർഗം എന്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണർച്ചയിൽ തന്നെ ഈ ഔലിയാക്കന്മാർക്ക്, സ്വാലിഹീങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. ഫജാ അൽ അംറു കദാലിക, അത് അപ്രകാരം സംഭവിക്കുകയും ചെയ്തു. ഇത് ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്. അതായത് നബി തങ്ങളെ സ്വപ്നത്തിൽ കണ്ടാൽ ഉണർച്ചയിലും നബി തങ്ങളെ കാണാൻ സാധിക്കുമെന്ന ഈ ഹദീസിന്റെ വിശദീകരണത്തെ, വ്യാഖ്യാനത്തിന്റെ ഭാഗമായി കൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ബഹുമാനപ്പെട്ട അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത്. ബഹുമാനപ്പെട്ട പ്രസിദ്ധ പണ്ഡിതനും ശാഫിഈ മദ്ഹബിലെ പ്രസിദ്ധ ഇമാമുമാകുന്ന ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചൊരു ചോദ്യം, ആ ചോദ്യത്തിന് അവർ പറഞ്ഞ മറുപടി ഇത് ഫത്താവൽ ഹദീസിയെ ഉദ്ധരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹുവിനോട് ചോദിക്കുന്നത്, ഹൽ യുംകിനുൽ ആന അൽ ഇജ്തിമാഉ ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ യഖ്ളതി വതലഖി മിൻഹു, ഇപ്പോ ഇക്കാലത്ത് ഉണർച്ചയിൽ തന്നെ നബി തങ്ങളുമായി ഒത്തുകൂടലും നബി തങ്ങളോട് ചില കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കലും സാധിക്കുന്ന കാര്യമാണോ എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹുവിനോട് ചോദ്യം. ഫഅജാബ, ബഹുമാനപ്പെട്ട ഹൈതമിയുടെ മറുപടി, നഅം യുംകിനു ദാലിക, അത് സംഭവിക്കും, ഇത് സൗകര്യമാപ്പെടും, ഇത് സംഭവിക്കുന്ന കാര്യമാകുന്നു. മാത്രമല്ല ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഇമാം ഗസാലി, ഇമാം ബാരിസി, ഇമാം താജുദ്ദീൻ സുബ്കി, ഇമാം അഫീഫുൽ യാഫിഈ, ഇമാം ഖുർത്തുബി, ഇബ്നു അബി ജംറ റളിയല്ലാഹു അൻഹും, ഇവരെല്ലാവരും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉണർച്ചയിൽ കാണുവാനും നബി തങ്ങളുമായി പല സംഭവങ്ങൾ ചോദിച്ചറിയുവാനും സാധിക്കുമെന്ന് വ്യക്തമായി അഭിപ്രായപ്പെട്ട ഇമാമുമാരാകുന്നു. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു, ഇമാം ബാരിസി റളിയല്ലാഹു അൻഹു, ഇമാം അഫീഫുൽ യാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു, ഇവരെല്ലാവരും തന്നെ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു അഭിപ്രായപ്പെട്ടതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉണർച്ചയിൽ കാണുവാനും
ആ നബിയോട് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കുവാനും സാധിക്കുമെന്ന് അഭിപ്രായപ്പെടുന്നവരാണ്. മാത്രമല്ല ഫത്താവുൽ ഹദീസിയിൽ ഈ കാര്യം വിശദീകരിച്ചുകൊണ്ട് പല സംഭവങ്ങളും പറയുന്നുണ്ട്. കൂട്ടത്തിൽ ഒരു സംഭവം നമുക്ക് ഇപ്രകാരം കാണാം. വഖദ് ഹുക്കിയ അൻ ബഅദിൽ ഔലിയായി, ചില ഔലിയാക്കന്മാരെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഔലിയാക്കന്മാരിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ട ഒരു സംഭവം. അന്നഹു ഹളറ മജ്ലിസ ഫഖീഹിൻ, ചില ഔലിയാക്കന്മാർ ചില ഫുഖഹാഇന്റെ ഉലമാഇന്റെ മജ്ലിസിൽ പങ്കെടുത്തു. ഫറവാ ദാലിക്കൽ ഫഖീഹു ഹദീസ, ഉടനെ ആ ഫഖീഹ് മസ്അല വിശദീകരിക്കുന്ന കൂട്ടത്തിൽ, കാര്യങ്ങൾ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ ചില ഹദീസുകൾ പറഞ്ഞു. ഫഖാല ലഹുൽ വലിയ്യു, ഉടനെ തന്നെ ഈ മജ്ലിസിൽ പങ്കെടുത്ത വലിയ്യ് പറഞ്ഞു, ഹാദൽ ഹദീസു ബാത്തിലു, നിങ്ങൾ ആ ഉദ്ധരിച്ച ഹദീസ് ബാത്തിലാകുന്നു, നിങ്ങൾ ആ പറഞ്ഞ ഹദീസ് ബാത്തിലാകുന്നു എന്ന് ഈ വലിയ്യ് പറഞ്ഞപ്പോ ഈ ആലിമ് വലിയ്യിനോട് ചോദിക്കുന്നു, വമിൻ ഐന ലക ഹാദാ, നിങ്ങൾക്കിത് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത് എന്ന് ഈ വലിയ്യിനോട് ചോദിക്കുമ്പോ കാല, ഈ വലിയ്യിന്റെ മറുപടി, ഹാദൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം വാഖിഫുൻ അലാ റഅസിക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങളുടെ അരികത്ത് നിൽപ്പുണ്ട്. യഖൂലു, നിങ്ങളുടെ അരികത്ത് നിന്നുകൊണ്ട് നബി തങ്ങൾ പറയുന്നു, ഇന്നി ലം അഖുൽ ഹാദൽ ഹദീസ, ആ പറയുന്ന ഹദീസിനെ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് നബി തങ്ങൾ പറയുന്നുണ്ട് എന്ന് ഈ വലിയ മറുപടി പറയുകയും വകശഫ ലിൽ ഫഖീഹി ഫറആഹു, ഈ വലിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട് എന്ന കാര്യം ശരിക്ക് കണ്ണുകൊണ്ട് കാണുന്ന രീതിയിൽ ഈ ആലിമിനെ കാണിച്ചു കൊടുക്കുകയും ഫറആഹു, ഈ ആലിമ് ആ മജ്ലിസിൽ വന്ന് നിൽക്കുന്ന ഈ വലിയുമായി കൊണ്ട് ഈ ഹദീസിനെ കുറിച്ച് സംസാരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുകയും ചെയ്തു എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫതാവൽ ഹദീസിൽ ഉദ്ധരിക്കുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. നബി തങ്ങളെ കാണുക എന്ന കാര്യം ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കുവാനും ഒരുപാട് ബിശാറത്തുകൾക്ക് കാരണമാകുന്ന സംഗതിയാകുന്നു എന്നും ബഹുമാനപ്പെട്ട ഇമാമുമാർ വിശദീകരിക്കുന്നു. മാത്രമല്ല ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഞാൻ നേരത്തെ വിശദീകരിച്ച ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നബി തങ്ങളെ സ്വപ്നത്തിൽ കണ്ടാൽ അത് ദുന്യാവിൽ വെച്ചുകൊണ്ട് തന്നെ ഉണർച്ചയിൽ തന്നെ നബി തങ്ങളുമായി കൊണ്ട് കാണുവാനും സംസാരിക്കുവാനും അത് കാരണമായേക്കാം എന്നും ബഹുമാനപ്പെട്ട ഇമാമുമാർ അഭിപ്രായപ്പെടുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിലും നബി തങ്ങളെ ഉണർച്ചയിൽ തന്നെ കാണാം. ഉണർച്ചയിൽ നബി തങ്ങളെ കാണുമ്പോൾ ആ നബിയുമായി കൊണ്ട് പല കാര്യങ്ങളും സംസാരിക്കാം. ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, പല ഔലിയാക്കന്മാർക്കും സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും തന്നെ ശറഇൽ ഒരു പ്രത്യേകമായ ഹുക്ം സ്ഥിരപ്പെടുത്തുവാൻ, വിധി സ്ഥിരപ്പെടുത്തുവാനുള്ള തെളിവായിക്കൊണ്ട് ഉദ്ധരിക്കുവാൻ പറ്റില്ല. ഇങ്ങനെയുള്ള റുയത്തിന്റെ കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ അതല്ലെങ്കിൽ സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു ശറഇയായ കാര്യം സ്ഥിരപ്പെടുത്തുവാനോ അതിന് തെളിവായിക്കൊണ്ട് ദലീലായിക്കൊണ്ട് സമർത്ഥിക്കുവാനോ പാടില്ല എന്നാണ് നമ്മുടെ ശരീഅത്തിന്റെ, നമ്മുടെ ഉസൂലിന്റെ നിയമം. കാര്യങ്ങൾ ഈ രൂപത്തിലെല്ലാം സംഭവിക്കും. അത് ഒരുപാട് സംഭവങ്ങളെ കൊണ്ടും ഹദീസുകളെ കൊണ്ടും മഹാന്മാരാകുന്ന മുഹദ്ദിസീങ്ങൾ വിശദീകരിക്കുന്നു. പക്ഷെ അങ്ങനെ സംഭവിക്കുമെങ്കിലും അതൊന്നും തന്നെ ഖുർആൻ ദലീലായി ഉപയോഗിക്കുന്നത് പോലെ, ഹദീസുകൾ ദലീലായി ഉപയോഗിക്കുന്നത് പോലെ, ഇജ്മാ ദലീലായി ഉപയോഗിക്കുന്നത് പോലെ നബിതങ്ങളെ ഞാൻ കണ്ടു, നബിതങ്ങൾ എന്നോട് പറഞ്ഞു, നബിതങ്ങളെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു, അപ്പൊ നബിതങ്ങൾ എന്നോട് പറഞ്ഞു, ഇതൊന്നും തന്നെ ഒരു ഹുക്മ് സ്ഥിരപ്പെടുത്തുവാനുള്ള, ഒരു വിധി സ്ഥിരപ്പെടുത്തുവാനുള്ള ദലീലായിക്കൊണ്ട് ഉപയോഗിക്കാൻ പാടില്ല, ഹുജ്ജത്തായിക്കൊണ്ട് ഉപയോഗിക്കാൻ പാടില്ല എന്ന് നമ്മുടെ ഉസൂലിന്റെ ആലിമീങ്ങൾ, എല്ലാ ആലിമീങ്ങളും രേഖപ്പെടുത്തുന്നുണ്ട്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കണ്ടാൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു അനുഗ്രഹത്തെക്കുറിച്ചാണ്, ഒരു മഹാഭാഗ്യത്തെക്കുറിച്ചാണ് നാം ഇതുവരെ സംസാരിച്ചത്. നബി തങ്ങളെ സ്വപ്നത്തിൽ കണ്ടാൽ ആ സ്വപ്നത്തിന്റെ സാധ്യതകളെക്കുറിച്ച്, ആ സ്വപ്നത്തിന്റെ വിവിധ രൂപങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ബഹുമാനപ്പെട്ട സഹീഹുൽ ബുഖാരി റളിയല്ലാഹു, ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഇവിടുത്തെ സഹീഹിൽ തന്നെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, മൻ റആനി ഫിൽ മനാമി ഫഖദ് റആനി, ആരെങ്കിലും എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ അവർ എന്നെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. മൻ റആനി ഫഖദ് റഅൽ ഹഖ, ആരെങ്കിലും എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ അവൻ സത്യമായ കാഴ്ച തന്നെയാണ് കണ്ടിട്ടുള്ളത്. ഒരിക്കലും എന്റെ രൂപത്തിൽ പിശാചിന് പ്രത്യക്ഷപ്പെടാൻ സാധിക്കുകയില്ല. നാം ഇന്നലെ സ്വപ്നത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു, സ്വപ്നം കാണുമ്പോൾ അത് 3 തരത്തിലുള്ള സ്വപ്നങ്ങളുണ്ട്. എല്ലാ സ്വപ്നങ്ങളും പ്രത്യേകമായ മുന്നറിയിപ്പുകൾ നൽകുന്ന സ്വപ്നങ്ങളല്ല. എല്ലാ സ്വപ്നങ്ങൾക്കും പ്രത്യേകമായ അർത്ഥങ്ങളോ വ്യാഖ്യാനങ്ങളോ നൽകേണ്ടതില്ല. അങ്ങനെ വ്യാഖ്യാനങ്ങൾ നൽകപ്പെടേണ്ടുന്ന ചില സ്വപ്നങ്ങളുണ്ട്. അല്ലാഹു തആല മുഅ്മിനീങ്ങൾക്ക് അനുഗ്രഹമായിക്കൊണ്ട്, റഹ്മത്തായിക്കൊണ്ട്, റിഫ്ഖായിക്കൊണ്ട് നൽകുന്ന ചില സ്വപ്നങ്ങളുണ്ട്.
അങ്ങനെയില്ലാത്ത തലാഉബു ശൈത്താൻ, വെറും പിശാചിന്റെ ഒരു വസ്വാസ്, പിശാചിന്റെ ഒരു വിനോദം, അങ്ങനെയുള്ള സ്വപ്നങ്ങളുമുണ്ട്. ഏതെല്ലാമാണ് അർത്ഥമുള്ള സ്വപ്നങ്ങൾ, വ്യാഖ്യാനിക്കപ്പെടേണ്ടത് സ്വപ്നങ്ങൾ ഏതാണ്, പിശാചിന്റെ തലാഉബ് വിനോദമാകുന്ന സ്വപ്നങ്ങൾ ഏതാണ്, ഇതെല്ലാം നാം ഇന്നലെ വിശദമായി പറഞ്ഞിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു വ്യക്തി സ്വപ്നത്തിൽ കണ്ടാൽ അതൊരിക്കലും പിശാചിന്റെ വിനോദമല്ല. പിശാചോ മറ്റേതെങ്കിലും വ്യക്തികളോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയില്ല. അതുകൊണ്ട് തന്നെ നബി തങ്ങളെ സ്വപ്നത്തിൽ കണ്ടാൽ തീർച്ചയായും ഉറപ്പിക്കാം, ഞാൻ കണ്ടത് നബി തങ്ങളെ തന്നെയാകുന്നു. പക്ഷേ ഈ ഹദീസിനെ മഹാന്മാരാകുന്ന മുഹദ്ദിസീങ്ങൾ രണ്ട് രൂപത്തിലാണ് വിശദീകരിക്കുന്നത്. ഒരാൾ നബി തങ്ങളെ സ്വപ്നത്തിൽ കണ്ടാൽ നബിയെ തന്നെയാണ് കാണുന്നത് എന്ന് ഹദീസിൽ പറയുന്നു. ഇതിനെ രണ്ട് രൂപത്തിൽ ബഹുമാനപ്പെട്ട മുഹദ്ദിസീങ്ങൾ വിശദീകരിക്കുന്നു. സ്വപ്ന വ്യാഖ്യാനത്തിൽ ആഴമേറിയ ഇൽമുള്ള ബഹുമാനപ്പെട്ട ആലിമാണ്, ഇമാമാണ്, പണ്ഡിതനാണ് മഹാനായ ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു. ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു പറയുന്നു, മൻ റആനി ഫിൽ മനാമി, ആരെങ്കിലും എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ ഈ പറഞ്ഞ വിഷയം ഇദാ റആഹു ഫീ സൂറത്തിഹി, നബി തങ്ങളുടെ പ്രത്യേകമായ വിശേഷണങ്ങളും രൂപങ്ങളും എന്താണോ ആ രൂപത്തിൽ തന്നെ കാണുമ്പോഴാണ് നബി തങ്ങളെ തന്നെയാണ് സ്വപ്നത്തിൽ കണ്ടിട്ടുള്ളത് എന്ന് ഹദീസിൽ പറഞ്ഞ ആ കണ്ടീഷൻ ലഭിക്കുന്നത് ആ സന്ദർഭത്തിൽ മാത്രമാകുന്നു. ഇത് ബഹുമാനപ്പെട്ട ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു ഇങ്ങനെയാണ് അഭിപ്രായപ്പെടുന്നത്. ആരെങ്കിലും എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ കണ്ടത് എന്നെ തന്നെയാണ് എന്ന് പറഞ്ഞ ഹദീസിനെ ബഹുമാനപ്പെട്ട ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഇദാ റആഹു ഫീ സൂറത്തിഹി, നബി തങ്ങളുടെ യഥാർത്ഥ സ്വഭാവം, യഥാർത്ഥ രൂപം, യഥാർത്ഥ വിശേഷണങ്ങൾ എന്താണോ ആ രൂപത്തിൽ തന്നെ കാണുമ്പോഴുള്ള കാര്യമാണ് ആ പറഞ്ഞിട്ടുള്ളത്. ഈ ഹദീസിനെ ബഹുമാനപ്പെട്ട അസ്കലാനി റളിയല്ലാഹു അൻഹു ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുദ്ധരിച്ചുകൊണ്ട് വിശദീകരിച്ചുകൊണ്ട് ആരെങ്കിലും സ്വപ്നം കണ്ടാൽ ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അന്വേഷിച്ചുകൊണ്ട് ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹുവിനെ സമീപിക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർ ചെയ്തിരുന്ന ബഹുമാനപ്പെട്ടവരുടെ പതിവ് രീതിയെക്കുറിച്ച് അസ്കലാനി ഇപ്രകാരം പറയുന്നു, കാന മുഹമ്മദുൻ യഅനി ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു ഇദാ ഖസ്സ അലൈഹി റജുലുൻ, ആരെങ്കിലും പറഞ്ഞാൽ അന്നഹു റഅ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു എന്ന് ആരെങ്കിലും ഇബ്നു സീരീൻ എന്നവരോട് പറഞ്ഞാൽ, ഖാല ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു പറയും, സിഫ് ലി അല്ലദീ റഅയ്തഹു, നിങ്ങൾ കണ്ടത് ഏത് രൂപത്തിലാണ് എന്നുള്ളത് എന്നോട് നിങ്ങൾ വിശദീകരിക്കുക. അങ്ങനെ ഫൈൻ വസഫലഹു സിഫത്തൻ ലാ യഅരിഫുഹ, നബി തങ്ങളെക്കുറിച്ച് അറിയപ്പെടാത്തൊരു രൂപത്തിലാണ്, നബി തങ്ങളെക്കുറിച്ച് മനസ്സിലാക്കപ്പെടാത്ത അറിയപ്പെടാത്തൊരു രൂപത്തിലാണ് ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹുവിനോട് ഈ സ്വപ്നം കണ്ട വ്യക്തി വിശദീകരിച്ചതെങ്കിൽ ഖാല ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു പറയും, ലം തറഹു, നീ കണ്ടത് നബി തങ്ങളെയല്ല എന്ന് ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു മറുപടി പറയുമായിരുന്നു. ഇതേ രൂപത്തിലുള്ള ഒരു സംഭവം ബഹുമാനപ്പെട്ട ഹാക്കിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു സംഭവത്തിലും, അഖ്റജൽ ഹാക്കിമു മിൻ തരീഖി ആസിം ബിൻ കുലൈബിൻ ഹദ്ദസനി അബി ഖാല ഖുൽതു ലി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഞാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മനാം, സ്വപ്നത്തിൽ ഞാൻ നബി തങ്ങളെ കണ്ടിട്ടുണ്ട് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവോട് ഞാൻ പറഞ്ഞപ്പോൾ ഖാല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉസിഫ് ലി, നിങ്ങൾ കണ്ടത് എങ്ങനെയാണ് എന്ന് എന്നോട് വിശദീകരിക്കുക. ഖാല ദക്കർതുൽ ഹസന ബിൻ അലിയൻ, എങ്ങനെയാണ് നബി തങ്ങളെ കണ്ടത് എന്ന് എന്നോട് വിശദീകരിക്കണമെന്ന് പറഞ്ഞപ്പോ ഞാൻ അലി റളിയല്ലാഹു അൻഹുവിന്റെ മകനാകുന്ന അഥവാ നബി തങ്ങളുടെ പേരക്കുട്ടിയാകുന്ന ഹസൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുകയും ആ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ രൂപത്തിലാണ് ഞാൻ നബി തങ്ങളത് എന്ന് പറയുകയും ചെയ്തു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് രൂപത്തിലേറെ സാദൃശ്യത, ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടാൽ അത് നബി തങ്ങളെ തന്നെയാകുന്നു കണ്ടിട്ടുള്ളത് എന്ന് ഉറപ്പിക്കാം എന്ന് പറഞ്ഞ ഈ ഹദീസിനെ രണ്ട് രൂപത്തിലാണ് മുഹദ്ദിസീങ്ങൾ വിശദീകരിക്കുന്നത്. ഒന്ന്, നബി തങ്ങളെ കാണുന്നത് നബി തങ്ങൾ ഏത് രൂപത്തിലായിരുന്നോ ഏത് വിശേഷണത്തോടു കൂടിയായിരുന്നോ ആ വിശേഷണത്തിൽ തന്നെയായിരിക്കണം. ഇതാണ് ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹുവിന്റെയും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെയും പക്ഷം. എന്നാൽ മുഹദ്ദിസീങ്ങളിൽ നിന്ന് മറ്റൊരു വിഭാഗം, പ്രത്യേകിച്ച്
ഇത് സംബന്ധമായിക്കൊണ്ട് കൂടുതൽ ഹദീസിന്റെയും അതുപോലെ തന്നെ ഹദീസ് വ്യാഖ്യാനങ്ങളും മറ്റ് ഫിഖ്ഹ് ഗ്രന്ഥങ്ങളും പരിശോധിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്ന വിഷയം, ബഹുമാനപ്പെട്ട ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പലരും ഇപ്രകാരം അഭിപ്രായപ്പെട്ടിട്ടുണ്ടെങ്കിലും പിന്നീട് വന്ന മുഹദ്ദിസീങ്ങളിലും ഇമാമുമാരിലും മഹാഭൂരിപക്ഷം ഇമാമുമാരും ബഹുമാനപ്പെട്ട ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹുവിന്റെ ഈ വ്യാഖ്യാനത്തെ വിശദീകരണത്തെ അംഗീകരിച്ചിട്ടില്ല. പ്രത്യേകിച്ച് പിന്നീട് വന്ന മുഹദ്ദിസീങ്ങളും ഫുഖഹാക്കളും ഇമാം നബി റളിയല്ലാഹു അൻഹു അടക്കമുള്ളവരാരും ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹുവിന്റെ വിശദീകരണത്തെ ശരിവെച്ചിട്ടില്ല. അവരെല്ലാവരും പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടാൽ, അത് ഏത് രൂപത്തിൽ കണ്ടാലും, നബി തങ്ങളുടെ യഥാർത്ഥ രൂപം, യഥാർത്ഥ വിശേഷണം അതെന്തായിരുന്നു, ആ രൂപത്തിലാണെങ്കിലും അല്ലെങ്കിലും കണ്ടത് നബി തങ്ങളെ തന്നെയാകുന്നു എന്ന് ഉറപ്പിക്കാം. ഇതാണ് മഹാഭൂരിപക്ഷം ഇമാമുമാരും അഭിപ്രായപ്പെടുന്നത്. മഹാനായ ഇമാം നബി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ഒരുപാട് ഇമാമുമാർ, മാത്രമല്ല ബഹുമാനപ്പെട്ട സഹീഹുൽ ബുഖാരിയുടെ ശാരിഹ് വ്യാഖ്യാതാവ് ബഹുമാനപ്പെട്ട അസ്കലാനി റളിയല്ലാഹു അൻഹും ഈ പക്ഷത്തിൽ തന്നെയാണ്. അതായത് നബി തങ്ങളെ സ്വപ്നത്തിൽ കണ്ടാൽ തീർച്ചയായും അത് ഏതു രൂപത്തിലാണോ കാണുന്നത്, നബി തങ്ങളുടെ യഥാർത്ഥ രൂപം, യഥാർത്ഥ വിശേഷണം ആ രൂപത്തിലാവട്ടെ മറ്റൊരു രൂപത്തിലാവട്ടെ, കണ്ടത് നബി തങ്ങളെ തന്നെയാകുന്നു എന്ന് ഉറപ്പിക്കാവുന്നതാണ്. ബഹുമാനപ്പെട്ട ഫതുഹുൽ ബാരി ഇപ്രകാരം പറയുന്നു, ബലിസ് സഹീഹുതി ഔ ഗൈരിഹ, നബി തങ്ങളെ സ്വപ്നത്തിൽ കണ്ടാൽ നബി തങ്ങൾക്ക് അറിയപ്പെട്ട വിശേഷണങ്ങളോട് കൂടെ ആണെങ്കിലും അല്ലെങ്കിലും കണ്ടത് നബി തങ്ങളെ. മറ്റൊരു ഭാഗത്ത് ഫതുഹുൽ ബാരി പറയുന്നു, ബൽ ലാഹിറു ഖൗലിഹി അന്നഹു യറാഹു ഹഖീഖതൻ ഫിൽ ഹാലി ലാകിൻ ഫിൽ ഊലാ തകൂനു റുയ മിമ്മാ ലാ യഹ്താജു ഇലാ തഅബീർ വസാനിയതു മിമ്മാ യഹ്താജു ഇലാ തഅബീർ. ഏത് രൂപത്തിൽ നബി തങ്ങളെ കണ്ടാലും എന്ന് പറഞ്ഞാൽ നബി തങ്ങളുടെ രൂപം, നബി തങ്ങളുടെ നിറം, നബി തങ്ങളുടെ സ്വഭാവം, സംസാരത്തിന്റെ രീതി, ഇത് എപ്രകാരമാണോ അറിയപ്പെട്ടത് ആ രീതിയിലാണെങ്കിലും മറ്റു രീതിയിലാണെങ്കിലും നബി തങ്ങളെ സ്വപ്നത്തിൽ കണ്ടാൽ തീർച്ചയായും അത് കണ്ടത് നബി തങ്ങളെ തന്നെയാകുന്നു. പക്ഷെ ഒരു മാറ്റം എന്താണ്? നബി തങ്ങൾക്ക് പ്രസിദ്ധമായ സിഫത്തുകളോടുകൂടെയാണ്, വിശേഷണങ്ങളോട് കൂടെയാണ് സ്വപ്നത്തിൽ കാണുന്നതെങ്കിൽ ആ സ്വപ്നത്തിന് പിന്നെ പ്രത്യേക വ്യാഖ്യാനങ്ങൾ, തഅബീറിന്റെ ആവശ്യമില്ല. പക്ഷെ മറ്റു ചില രൂപത്തിലാണ് നബി തങ്ങളെ സ്വപ്നത്തിൽ കാണുന്നതെങ്കിൽ അതിന് തഅബീറിന്റെ വ്യാഖ്യാനത്തിന്റെ ആവശ്യമുണ്ട്. മാത്രമല്ല ബഹുമാനപ്പെട്ട അസ്കലാനി റളിയല്ലാഹു അൻഹു തന്നെ പറയുന്ന, ഫതുഹുൽ ബാരിയിൽ പറയുന്ന ഒരു ഹദീസ്, മൻ റആനി ഫിൽ മനാമി ബി അയ്യി സിഫത്തിൻ, അതായത് മൻ റആനി ഫിൽ മനാമി ഫഖദ് റആനി എന്ന ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പ്രസിദ്ധ മുഹദ്ദിസാകുന്ന ഇമാം തീബിയുടെ ഒരു വ്യാഖ്യാനം, വിശദീകരണം ഫതുഹുൽ ബാരി ഉദ്ധരിക്കുന്നു. മൻ റആനി ഫിൽ മനാമി ബി അയ്യി സിഫത്തിൻ കാനത്ത് ഫല്യസ്തബ്ശിർ വയഅലം അന്നഹു ഖദ് റഅ റുയൽ ഹഖ. ആരെങ്കിലും എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ അത് ഏത് രൂപത്തിലാണെങ്കിലും ശരി, അവൻ സന്തോഷിച്ചു കൊള്ളട്ടെ, അവൻ അറിഞ്ഞുകൊള്ളട്ടെ എന്നെ തന്നെയാണ് സ്വപ്നത്തിൽ കണ്ടിട്ടുള്ളത്. വസ്സഹീഹു ഫീ തഅവീൽ ഹാദൽ ഹദീസ് അന്ന മഖ്സൂദഹു ഇൻ റഅയ്തഹു ഫീ കുല്ലി ഹാലത്തിൻ ലൈസത്ത് ബാത്തിലതൻ വലാ അദ്ആസൻ ബൽ ഹിയ ഹഖ്ഖുൻ ഫീ നഫ്സിഹാ വലൗ റഅ അലാ ഗൈരി സൂറത്തിഹി ഫതസവ്വുറു തിൽക സൂറത്തി ലൈസ മിനശ് ശൈത്വാൻ ബൽ ഹിയ മിൻ ഖിബലില്ലാഹ്. ഇങ്ങനെയാണ് ഈ ഹദീസിനുള്ള വിവിധ വ്യാഖ്യാനങ്ങൾ, അഭിപ്രായങ്ങളെ ധാരാളം ഉദ്ധരിച്ച് എല്ലാത്തിനെയും നിരൂപിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട ഫതുഹുൽ ബാരി പറയുന്നത്. ഈ ഹദീസിന്റെ താല്പര്യം ഏത് രൂപത്തിൽ നബി തങ്ങളുടെ സ്വപ്നത്തിൽ കണ്ടാലും ലൈസത്ത് ബാത്തിലത്തൻ, അത് ബാത്തിലല്ല, വല അത് അർത്ഥമില്ലാത്ത സ്വപ്നങ്ങളുമല്ല, ബൽ ഹിയ ഹഖ്ഖുൻ ഫീ നഫ്സിഹാ, അത് ശരിയായ സ്വപ്നമാണ്. വലൗ റഅ അലാ ഗൈരി സൂറത്തിഹി ഫതസവ്വുറു തിൽക സൂറത്തി ലൈസ മിനശ് ശൈത്വാൻ, നബി തങ്ങളെ ഏറ്റവും അറിയപ്പെട്ട വിശേഷണങ്ങളും രൂപങ്ങളും എന്താണോ അതല്ലാത്ത രൂപത്തിലാണ് കാണുന്നത് എങ്കിൽ പോലും അത് ഒരിക്കലും പിശാചല്ല, ബൽ ഹിയ മിൻ ഖിബലില്ലാഹ്, അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നുള്ള സ്വപ്നം തന്നെയാകുന്നു. പക്ഷെ മാറ്റം എന്താണ്? നബി തങ്ങളെ യഥാർത്ഥ രൂപത്തിൽ, യഥാർത്ഥ സ്വഭാവത്തിൽ കണ്ടാൽ ആ സ്വപ്നം തഅബീറിന്റെ വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ലാത്തതും വിശേഷണങ്ങളും രൂപങ്ങളും മാറിക്കൊണ്ടാണ് കാണുന്നതെങ്കിൽ അത് തഅബീറിനും വ്യാഖ്യാനത്തിനും ആവശ്യമുള്ളതുമാകുന്നു. ഇതാണ് മാറ്റം. ഇങ്ങനെ നബി തങ്ങളെ സ്വപ്നത്തിൽ കാണുക,
നബിതങ്ങളെ സ്വപ്നത്തിൽ കാണുമ്പോൾ അവിടുത്തെ യഥാർത്ഥ സിഫത്തുകളോടുകൂടി വിശേഷണങ്ങളോടുകൂടി തന്നെ കാണണോ വേണ്ടേ? ഇതാണല്ലോ നാം ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ നമ്മുടെ മുഹദ്ദിസീങ്ങൾക്ക് ഇമാമുമാർക്ക് രണ്ട് അഭിപ്രായമുണ്ടെന്നും എന്നാൽ ഭൂരിപക്ഷം ഇമാമുമാർ അഭിപ്രായപ്പെടുന്നതും മാത്രമല്ല ധാരാളം ഇമാമുമാർ മുഹദ്ദിസീങ്ങൾ സഹീഹ് എന്ന് പറഞ്ഞതും ഏത് രൂപത്തിൽ നബിതങ്ങളെ കണ്ടാലും അത് നബിതങ്ങൾ തന്നെയാണെന്ന് ഉറപ്പിക്കാം എന്നാണ്. പക്ഷേ ബഹുമാനപ്പെട്ട മുഹദ്ദിസീങ്ങൾ വിശദീകരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏത് രൂപത്തിൽ സ്വപ്നം കണ്ടാലും അത് നബിതങ്ങൾ തന്നെയാകുന്നു എന്ന് ഉറപ്പിക്കാമെങ്കിലും അവിടെ ചില മാറ്റങ്ങൾ, ചില വിശദീകരണങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മൻ റആ നബിയ്യൻ അലാ ഹാലിഹി വ ഹൈഅതിഹി ഫദാലിക ദലീലുൻ അലാ സലാഹിർ റാഇ വ കമാലി ജാഹി. ഫതുഹുൽ ബാരിയുടെ വിശദീകരണമാണ്. ഒരാൾ നബിതങ്ങളെ സ്വപ്നത്തിൽ കാണുന്നു, അലാ ഹാലിഹി വ ഹൈഅതിഹി, നബിതങ്ങളുടെ യഥാർത്ഥ അവസ്ഥയും രൂപവും എന്താണോ ആ രൂപത്തിൽ തന്നെയാണ് കാണുന്നത് എങ്കിൽ ഫദാലിക ദലീലുൻ അലാ സലാഹിർ റാഇ വ കമാലി ജാഹിഹി, ഈ കണ്ട വ്യക്തി നല്ല മനുഷ്യനാകുന്നു, നല്ല ദീനുള്ള ആളാകുന്നു, നല്ല തഖ്വയുള്ള ആളാകുന്നു എന്നതിന്റെ തെളിവാകുന്നു. അഥവാ നല്ല മനുഷ്യരാണെങ്കിൽ, നല്ല സലാഹുള്ള ആളുകളാണെങ്കിൽ അവർക്ക് മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യഥാർത്ഥ രൂപത്തിലും സ്വഭാവത്തിലും ആ സിഫത്തോടുകൂടെയും കാണാൻ സാധിക്കുകയുള്ളൂ. ഫതുഹുൽ ബാരി തന്നെ പറയുന്നു, വമൻ റഅ മുതഗയ്യിറൽ ഹാലി ആബിസൻ മസലൻ ഫദാലിക ദാല്ലുൻ അലാ സൂഇ ഹാലിർ റാവി. നബിതങ്ങൾ ഒരാൾ സ്വപ്നത്തിൽ കാണുമ്പോൾ നബിതങ്ങൾക്കില്ലാത്ത വിശേഷണത്തോടുകൂടിയാണ്, ഉദാഹരണത്തിന് ഒരു കറുത്ത നബിയെയാണ് കാണുന്നത്, അതല്ലെങ്കിൽ എന്തോ വൈകല്യമുള്ള, നഊദു ബില്ലാഹ്, എന്തോ വൈകല്യമുള്ള ഒരു സ്വഭാവത്തിലാണ് കാണുന്നത്. ഇങ്ങനെ കാണുകയാണെങ്കിൽ ഫദാലിക ദാല്ലുൻ അലാ സൂഇ ഹാലിർ റാഇ, കണ്ടത് നബിയെ തന്നെയാണ്, പക്ഷേ ഈ കണ്ട വ്യക്തിയിൽ എന്തോ പോരായ്മയുണ്ട്, എന്തോ കുറവുണ്ട്, അദ്ദേഹത്തിന്റെ ദീനിന് തഖ്വക്ക് എന്തോ കുറവുണ്ട് എന്നതിന് തെളിവാകുന്നു. ഫമൻ റആഹു ഫീ സൂറത്തിൻ ഹസനത്തിൻ ഫദാലിക ഹുസ്നുൻ ഫീ ദീനിർ റാഇ, നല്ല രൂപത്തിൽ, യഥാർത്ഥ രൂപത്തിൽ കാണുമ്പോൾ അത് കണ്ട വ്യക്തിയുടെ നല്ല ദീനിയായ അവസ്ഥയുടെ മേൽ അറിയിക്കുന്നു. വഇൻകാന ഫീ ജാരിഹത്തിൻ മിൻ ജവാരിഹിഹി ഷൈനുൻ ഔ നഖ്സുൻ ഫദാലിക ഖലലുൻ ഫിർ റാഇ മിൻ ജിഹത്തിദ്ദീൻ, എന്തെങ്കിലും മോശമായ അതല്ലെങ്കിൽ നബിതങ്ങൾക്ക് ഇല്ലാത്ത ഒരു സ്വഭാവത്തിലും രൂപത്തിലുമായി കൊണ്ടാണോ കാണുന്നത്, ഫദാക ഖലലുൻ ഫിർ റാഇ മിൻ ജിഹത്തിദ്ദീൻ, ദീനിയായ നിലക്ക് എന്തോ ഒരു കുറവ് കണ്ട മനുഷ്യനുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതാകുന്നു. ചുരുക്കത്തിൽ ബഹുമാനപ്പെട്ട ഫതുഹുൽ ബാരിയും അതുപോലെ തന്നെ മറ്റ് ഇമാമുമാരും നഅവി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ഇമാമുമാരും വിശദീകരിക്കുന്നതനുസരിച്ച് നബിതങ്ങൾ ഒരു വ്യക്തി സ്വപ്നത്തിൽ കണ്ടാൽ അത് ഏത് രൂപത്തിലാണെങ്കിലും അത് കണ്ടത് നബിതങ്ങളെ തന്നെയാകുന്നു. പക്ഷേ യഥാർത്ഥ സ്വഭാവത്തിൽ, യഥാർത്ഥ വിശേഷണത്തോടുകൂടി കണ്ടാൽ ആ സ്വപ്നത്തിന് തഅബീറിന്റെ ആവശ്യമില്ല. മാത്രമല്ല അങ്ങനെ കാണുന്നെങ്കിൽ തനിക്ക് നല്ല അവസ്ഥയുണ്ട് എന്നതിന് തെളിവും കൂടിയാകുന്നു, അടയാളം കൂടിയാകുന്നു. മറ്റൊരു രൂപത്തിലാണ് കാണുന്നതെങ്കിൽ ആ സ്വപ്നം വ്യാഖ്യാനിക്കപ്പെടേണ്ടുന്ന സ്വപ്നമാണ്. അതോടുകൂടി ഈ കണ്ട മനുഷ്യനിൽ എന്തൊക്കെ ചില കുറവുകളും പോരായ്മകളും ന്യൂനതകളും ഉണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതുമാകുന്നു എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം നബി റളിയല്ലാഹു അൻഹുവും ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവും വിശദീകരിക്കുന്നത്. ഫതുഹുൽ ബാരി വീണ്ടും പറയുന്നു, വകദാലിക യുഖാലു ഫീ കലാമിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിന്നൗ, ഇപ്രകാരം തന്നെ നബിതങ്ങൾ സ്വപ്നത്തിലെ കാണുകയും നബിതങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ഈ സ്വപ്നം കാണുന്ന വ്യക്തിയോട് പറയുകയും ചെയ്താൽ അന്നഹു യഅരിദു അലാ സുന്നത്തിഹി, അത് ഹദീസുകളുമായി കൊണ്ട് ദീൻ നിയമങ്ങളുമായി തട്ടിച്ചു നോക്കണം. സ്വപ്നത്തിലൂടെ എന്തെങ്കിലും അറിയിപ്പ് ലഭിച്ചാൽ അത് ദീൻ കാര്യങ്ങളുമായി കൊണ്ട് അതിനെ തട്ടിച്ചു നോക്കണം. ഫമാ വാഫഖഹാ ഫഹുവ ഹഖ്കുൻ, ദീൻ നിയമങ്ങളുമായി താൻ സ്വപ്നത്തിൽ കണ്ട വിവരം യോജിക്കുമെങ്കിൽ അത് സത്യമാണ്. വമാ ഖാലഫഹ, ദീൻ കാര്യവുമായി കൊണ്ട് എതിരാകുന്നെങ്കിൽ ഫൽ ഖലലു ഫീ സംഇർ റാഇ ഫറുഇയ ദാത്തിൽ കരീമത്തി ഹഖ്കുൻ വൽ ഖലലു ഇന്നമാ ഹുവ ഫീ സംഇർ റാഇ ഔ ബസരിഹി. എന്തെങ്കിലും വിവരങ്ങൾ നബി തങ്ങൾ സ്വപ്നത്തിലൂടെ അറിയിച്ചു കൊടുത്തു. ഈ അറിയിച്ചു കൊടുത്ത കാര്യം സത്യമാണോ അല്ലേ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ശറഇന്റെ നിയമങ്ങളുമായി അതിനെ തട്ടിച്ചു നോക്കണം. അങ്ങനെ തട്ടിച്ചു നോക്കുമ്പോൾ ശരീഅത്ത് നിയമങ്ങൾക്ക് എതിരായിക്കൊണ്ടാണ് കാണുന്നതെങ്കിൽ, മനസ്സിലാക്കാൻ കഴിയുന്നതെങ്കിൽ
നബി തങ്ങളെ കണ്ടു എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഈ സ്വപ്നം കണ്ട വ്യക്തിയുടെ കാഴ്ചയിലോ കേൾവിയിലോ എന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതാകുന്നു. വമാ ഖാലഫഹാ ഫൽ ഖലലു ഫീ സംഇ റാഇ. സ്വപ്നത്തിലൂടെ അറിഞ്ഞ ഈ വിഷയം ശർഇന്റെ നിയമങ്ങൾക്കെതിരാണെങ്കിൽ ഈ കേട്ട വ്യക്തിയുടെ, ഈ സ്വപ്നം കണ്ട വ്യക്തിയുടെ കാഴ്ചക്കോ അതല്ലെങ്കിൽ കേൾവിക്കോ എന്തോ തകരാറുണ്ട്. ആ തകരാറ് കാരണത്താലാണ് ഇങ്ങനെ കേട്ടിട്ടുള്ളത്. നബി തങ്ങളെ കണ്ടു എന്നുള്ളത് സത്യം തന്നെയാകുന്നു. ഇങ്ങനെ മനസ്സിലാക്കണമെന്ന് ബഹുമാനപ്പെട്ട ഫതുഹുൽ ബാരി, അതുപോലെ തന്നെ ഇമാം നബി റളിയല്ലാഹു അൻഹു ഇവരെല്ലാവരും വിശദീകരിക്കുന്നു. ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണുക, അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ആ സ്വപ്നവുമായി ബന്ധപ്പെട്ട് നാം ഇതുവരെ വിശദീകരിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല, സ്വപ്നം നാം ഇന്നലെ അതിന്റെ വ്യാഖ്യാനങ്ങളെക്കുറിച്ച് ഇന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞിരുന്നു. സ്വപ്നത്തിന്റെ വ്യാഖ്യാനം വളരെ വിശാലമായൊരു വിഷയമാണത്. വളരെ വിശാലമായി ഒരുപാട് സമയമെടുത്തുകൊണ്ട് തന്നെ സംസാരിക്കേണ്ടുന്ന ഒരു വിഷയമാണത്. പ്രത്യേകിച്ച് സ്വപ്ന വ്യാഖ്യാനത്തിലായിക്കൊണ്ട് ധാരാളം ഗ്രന്ഥങ്ങൾ, ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഖലീൽ ഇബ്നു ഷാഹീൻ എന്നവരുടെ അൽ ഇഷാറാത്ത് ഫി ഇൽമിൽ ഇബാറാത്ത്, ഇമാം ഖുർത്തുബിയുടെ അൽ ബുഷറ ഫി തഅബീർ റുഇയ, ബഹുമാനപ്പെട്ട ഇമാം അലാഉദ്ദീനിന്റെ അൽ ബസീറ, അതുപോലെ തന്നെ തഅബീർ ഇബ്നു അശ്അസ്, തഅബീർ ഇബ്നുൽ മുഖരി, തഅബീർ ഇബ്നു അബി സഹിൽ, തഅബീർ അറസ്തു, തഅബീർ അഫ്ലാത്തൂൻ, തഅബീർ ഉഖലൈദിസ്, തഅബീർ ബുതലൈമൂസ്, തഅബീറുൽ ജാഹിൽ, തഅബീറുൽ ജാലിനിയൂസ്, തഅബീറുൽ ഖാദിരി, ഇങ്ങനെ ധാരാളം ഗ്രന്ഥങ്ങൾ, വലിയ വലിയ ഗ്രന്ഥങ്ങൾ, ഒരുപാട് വാള്യങ്ങൾ വരുന്ന ഗ്രന്ഥങ്ങൾ തന്നെ സ്വപ്ന വ്യാഖ്യാനത്തിലായിക്കൊണ്ട് രചിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ സ്വപ്നങ്ങളെക്കുറിച്ചും അതെങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത്, വ്യാഖ്യാനത്തിൽ പൊതുവെ സ്വീകരിക്കേണ്ടുന്ന നിലപാടുകൾ എന്താണ്, ഇതിനെക്കുറിച്ചെല്ലാം തന്നെ ഒരുപാട് വിവരണങ്ങളുണ്ട്. അതൊന്നും വിശദീകരിക്കുക ഈ സമയത്ത് പ്രസക്തമായ സംഗതിയല്ല. മാത്രമല്ല, സ്വപ്ന വ്യാഖ്യാനം അതുമായി ബന്ധപ്പെടുമ്പോൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്, ഒരാള് ഒരു കല്ല് സ്വപ്നം കണ്ടു, അതല്ലെങ്കിൽ ഒരു വൃക്ഷത്തെ സ്വപ്നം കണ്ടു. ഒരു വ്യക്തി ഒരു വൃക്ഷത്തെ സ്വപ്നം കാണുമ്പോ, മരത്തെ സ്വപ്നം കാണുമ്പോ ഈ സ്വപ്നങ്ങൾക്കെല്ലാം തന്നെ ആര് വൃക്ഷത്തെ സ്വപ്നം കണ്ടാലും അതിനൊരു വ്യാഖ്യാനമാണ്, ഒരൊറ്റ തെവീലാണ് അതിനുള്ളത്. ഇത് ശരിയല്ല. കാരണം ഞാൻ ഇന്നലെ വിശദീകരിച്ചിരുന്നു ആ കാര്യങ്ങൾ കുറച്ച് ഭാഗം. കണ്ട സമയം എപ്പോഴാണ്? നബി തങ്ങൾ പറയുന്നുണ്ട്, അസ്തഖുർ റുഇയ ബിൽ അസ്ഹാർ, സുബ്ഹിക്ക് തൊട്ടു മുമ്പായി കൊണ്ട് കാണുന്ന സ്വപ്നങ്ങൾ അതാകുന്നു ഏറ്റവും നല്ല സ്വപ്നങ്ങൾ എന്ന് നബി തങ്ങളുടെ ഹദീസിൽ കാണാം. അപ്പൊ കണ്ട ദിവസം, കണ്ട സമയം, ഏതവസ്ഥയിൽ കണ്ടു, തന്റെ ഉറക്കത്തിന്റെ സ്ഥിതി എന്തായിരുന്നു, ഇതെല്ലാം തന്നെ സ്വപ്ന വ്യാഖ്യാനത്തിൽ കാര്യമായ പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ മരത്തെ സ്വപ്നം കണ്ടു, അതല്ലെങ്കിൽ ഒരു മൃഗത്തെ ഞാൻ സ്വപ്നം കണ്ടു, അതല്ലെങ്കിൽ എന്റെ കൂട്ടുകാരനെ ഞാൻ സ്വപ്നം കണ്ടു, അതിന്റെ വ്യാഖ്യാനം എന്താണ് എന്ന ഈ ചോദ്യവും യഥാർത്ഥ സ്വപ്ന വ്യാഖ്യാനം അറിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയില്ല എന്നാണ് മഹാന്മാരാകുന്ന മുഹദ്ദിസീങ്ങളും ഇമാമുമാരും അവരുടെ കിതാബുകളിൽ പറയുന്നത്. കാരണം ഒരു വ്യക്തി സ്വപ്നം കാണുമ്പോൾ ആ സ്വപ്നം, ഞാൻ പറഞ്ഞതുപോലെ മരത്തെയാണ് സ്വപ്നം കാണുന്നത്, അതല്ലെങ്കിൽ മൃഗത്തെയാണ് സ്വപ്നം കാണുന്നത്. പക്ഷേ ഒരു വ്യക്തി ഒരു മൃഗത്തെ കാണുമ്പോൾ അതിനൊരു വ്യാഖ്യാനം ഉണ്ടാകും. എന്നാൽ ആ വ്യാഖ്യാനമാവുകയില്ല, അർത്ഥമാവുകയില്ല മറ്റൊരു വ്യക്തി ഇതേ മൃഗത്തെ തന്നെ സ്വപ്നത്തിൽ കാണുമ്പോൾ. കാരണം കണ്ട സമയം, കണ്ട രീതി, ഏതവസ്ഥയിൽ കണ്ടു, ഇതെല്ലാം തന്നെ സ്വപ്ന വ്യാഖ്യാനത്തിൽ കാര്യമായ പങ്ക് വഹിക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ, താൻ ഒളുവോടുകൂടി കിടന്നോ, അതേ രൂപത്തിൽ തന്റെ അഹ്ലുകാർ തന്റെ കൂടെ ഉണ്ടായിരുന്നോ, വിരിപ്പ് വിരിച്ചുകൊണ്ടാണോ കിടന്നത്, തറയിലാണോ കിടന്നിട്ടുള്ളത്, താൻ ഉറങ്ങുന്ന സമയത്ത് തന്റെ തല ഏത് ഭാഗത്തേക്കാണ് വെച്ചിട്ടുള്ളത്, ഈ ഒരു കാര്യം സ്വപ്ന വ്യാഖ്യാനത്തിൽ, എന്റെ ഉപ്പാനെ ഞാൻ സ്വപ്നം കണ്ടു, അതുകൊണ്ട് അതിന്റെ വ്യാഖ്യാനം എന്താണ് എന്നൊക്കെ ചോദിച്ചാൽ അതൊന്നും കൃത്യമായി കൊണ്ട് വ്യാഖ്യാനിക്കപ്പെടുവാനോ, അതല്ലെങ്കിൽ യഥാർത്ഥ സ്വപ്ന വ്യാഖ്യാനം അറിയുന്ന വ്യക്തിയാണെങ്കിൽ അത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയാനോ തുനിയുകയില്ല എന്നാണ് മഹാന്മാരാകുന്ന സ്വപ്ന വ്യാഖ്യാന പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അതോടുകൂടി ബഹുമാനപ്പെട്ട പ്രസിദ്ധ ചരിത്ര പണ്ഡിതൻ ഇബ്നു ഖൽദൂൻ എന്നവർ അവിടുത്തെ മുഖദ്ദിമയിൽ പറയുന്നുണ്ട്, മുൻകാലത്ത് നിലനിന്നിരുന്നതും
എന്നാൽ പിൽക്കാലത്തുള്ള ആളുകൾക്ക് വേണ്ടതുപോലെ ലഭിക്കാത്തതുമായ പല വിജ്ഞാനങ്ങളുമുണ്ട്. മുൻകാലത്ത് വളരെ ഭംഗിയായി നിലനിന്നിരുന്നതും എന്നാൽ പിൽക്കാലത്തുള്ളവർക്ക് വേണ്ടതുപോലെ ലഭിക്കാത്തതുമായ പല വിജ്ഞാനങ്ങളും. ആ വിജ്ഞാനങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് സ്വപ്ന വ്യാഖ്യാനം. അതായത് സ്വപ്ന വ്യാഖ്യാനം എന്നുള്ളത് വെറും ഗ്രന്ഥങ്ങളാൽ നിർവഹിക്കപ്പെടുന്ന കാര്യമല്ല, വെറും ഗ്രന്ഥങ്ങളെ കൊണ്ട് മാത്രം നിർവഹിക്കപ്പെടേണ്ടുന്ന വിഷയമല്ല സ്വപ്ന വ്യാഖ്യാനം എന്നുള്ളത്. ഞാൻ ഈ പറഞ്ഞ തരത്തിലുള്ള സ്വഭാവങ്ങളും അവസ്ഥകളും എല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ട് നിർവഹിക്കപ്പെടേണ്ടുന്ന ഒന്നാണ്. മാത്രമല്ല സ്വപ്ന വ്യാഖ്യാനം അറിയുന്നവരെ കുറിച്ച് ഖുർആൻ വളരെ മദ്ഹ് ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. മഹാന്മാരാകുന്ന അമ്പിയാക്കന്മാരുടെ ചരിത്രമെല്ലാം ഖുർആൻ പറഞ്ഞപ്പോൾ ആ കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലോ. ഏതായിരുന്നാലും ആ ഭാഗത്ത് ഇൻഷാ അല്ലാഹ് കൂടുതൽ സംസാരിക്കുന്നില്ല. സ്വപ്നം അല്ലാഹു തആല മുഅ്മിനീങ്ങൾക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. കാരണം നമ്മൾ ഇന്നലെ സംസാരിച്ചിരുന്നു, തന്റെ ജീവിതത്തിൽ വരാനിരിക്കുന്ന എന്തെങ്കിലും പ്രത്യേകമായ സംഗതികൾ, ഒരുപക്ഷെ അപകടമായിരിക്കാം, അതല്ലെങ്കിൽ എന്തെങ്കിലും സന്തോഷമുള്ള കാര്യമായിരിക്കാം, അതിനെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ്. പ്രത്യേകിച്ച് ഇന്നലെ നാം വിശദീകരിച്ചിരുന്നല്ലോ, മുഅ്മിനീങ്ങളായ ആളുകൾക്കുള്ള റിഫ്ഖ് റഹ്മത്തായിക്കൊണ്ടാണ് അല്ലാഹു തആല സ്വപ്നത്തെ സംവിധാനിച്ചിട്ടുള്ളത്. വേണ്ടുന്ന ഒരുക്കങ്ങൾ, തയ്യാറെടുപ്പുകൾ, വരാനിരിക്കുന്ന ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് വേണ്ടുന്ന ഒരുക്കങ്ങൾ, തയ്യാറെടുപ്പുകൾ, അത് ഒരുങ്ങിക്കോ, അതിന് തയ്യാറായിക്കോ എന്നാണ് സ്വപ്നത്തിന്റെ അർത്ഥം. അതിനുവേണ്ടിയാണ് സ്വപ്നം എന്നാണ് സ്വപ്നത്തെ കുറിച്ച് മഹാന്മാരാകുന്ന ഉലമാക്കൾ വിശദീകരിക്കുന്നത്. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ചർച്ചയുടെ അവസാനിപ്പിക്കാം. അല്ലാഹു തആല മുഅ്മിനീങ്ങൾക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ് സ്വപ്നം. ഇതേ രൂപത്തിൽ അല്ലാഹു തആല നൽകിയ മറ്റൊരു അനുഗ്രഹമാണ് ഫിറാസ. ഫിറാസ എന്ന പേരിൽ അറബ് ഭാഷയിൽ അറിയപ്പെടുന്ന, സാധാരണ നാം മുഖലക്ഷണം എന്നെല്ലാം പറയാറുണ്ട്. പക്ഷെ വെറും മുഖലക്ഷണം എന്ന് അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. മുഖലക്ഷണം എന്ന് മാത്രം പരിഭാഷപ്പെടുത്തിക്കൊണ്ട് അതിനെ പരിമിതപ്പെടുത്തൽ അതിന്റെ ഫിറാസ എന്ന അറബി വാക്കിന്റെ വിശാലമായ അർത്ഥത്തെ ഉൾക്കൊള്ളുന്ന പരിഭാഷയല്ല മുഖലക്ഷണം എന്നുള്ളത്. ഏതായിരുന്നാലും അതിനെക്കുറിച്ച് കൂടി നമുക്ക് അല്പം സംസാരിക്കാം. അല്ലാഹു തആല മുഅ്മിനീങ്ങൾക്ക് നൽകിയ അനുഗ്രഹമാണ് സ്വപ്നം. അവരുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പായിക്കൊണ്ട് അതിനു വേണ്ടുന്ന മുൻകരുതലുകൾ ഉണ്ടാക്കുവാൻ വേണ്ടി അല്ലാഹു തആല നൽകുന്ന കാര്യം. ഇതേ രൂപത്തിൽ അല്ലാഹു നൽകിയ അനുഗ്രഹമാണ് ഫിറാസ. പക്ഷെ ഒരു മാറ്റമുണ്ട്. സ്വപ്നം പൊതുവെ എല്ലാവർക്കും ഉണ്ടാകും. വലിയ, അതുപോലെ തന്നെ വലിയല്ലാത്തവർ എല്ലാവർക്കും സ്വപ്നമുണ്ടാകും. കാഫിരീങ്ങൾക്ക് കൂടി സ്വപ്നമുണ്ടാകുമല്ലോ. പക്ഷെ കാഫിരീങ്ങളുടെ സ്വപ്നത്തിന്റെ സ്ഥിതി എന്താണ്? ഫാസിഖീങ്ങളുടെ സ്വപ്നത്തിന്റെ സ്ഥിതി എന്താണ്? സ്വപ്നം 3 ഇനമാണുള്ളത്. ആ 3 ഇനത്തിൽ ഏത് ഇനത്തിലാണ് കാഫിരീങ്ങളുടെയും ഫാസിഖീങ്ങളുടെയും സ്വപ്നം ഉൾപ്പെടുന്നത്? നുബുവത്തിന്റെയും വഹയിന്റെയും ഭാഗമായി കൊണ്ട് എന്തെങ്കിലും ബന്ധം അത്തരം സ്വപ്നങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഈ കാര്യമെല്ലാം നാം കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചിരുന്നു ഇന്നലെ. അതുകൊണ്ട് ആ ഭാഗം ഇനി പറയുന്നില്ല. അവ സ്വപ്നം പൊതുവെ എല്ലാവർക്കും ഉണ്ടാകുന്ന അനുഗ്രഹമാണെങ്കിൽ ഫിറാസ അത് അല്ലാഹു തആല പ്രത്യേകം തെരഞ്ഞെടുത്ത ആരിഫീങ്ങൾക്ക് മാത്രം, ഔലിയാക്കന്മാർക്ക് മാത്രം ഉള്ള സംഗതിയാണ്. വഹാദിഹി മൻസിലത്തുൻ ജലീലത്തുൻ മിൻ മനാസിലിൽ ഔലിയാ എന്നാണ് ബഹുമാനപ്പെട്ട തഫ്സീർ റൂഹുൽ ബയാൻ ഫിറാസയെ കുറിച്ച് പറയുന്നത്. അല്ലാഹു തആലാന്റെ അമ്പിയാക്കന്മാർക്ക് മാത്രമുണ്ടാകുന്ന ചില കാര്യങ്ങൾ, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് മാത്രമുണ്ടാകുന്ന, സാലിഹീങ്ങൾക്ക് മാത്രമുണ്ടാകുന്ന ഒരു പ്രത്യേകമായ സ്ഥാനം. അൽ ഫിറാസത്തു ഇൽമുൻ യൻകശിഫു മിനൽ ഗൈബി ബിസബബി തഫറുസി ആസാരി സുവർ. പല മഹാന്മാരുടെയും ചരിത്രങ്ങൾ പരിശോധിച്ചാൽ, പല ആലിമീങ്ങളുടെയും ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കേട്ട കാര്യമാണ്, ചില ആളുകളെ കാണുമ്പോൾ ഈ കാണലോടുകൂടി തന്നെ അവർ പറയും അവർ നല്ല വ്യക്തികളാണ്, അതല്ലെങ്കിൽ അവൻ മോശം വ്യക്തിയാണ് എന്നൊക്കെ പറയും. പ്രത്യേകിച്ച് നമ്മുടെ എല്ലാം പതിവിലുള്ള, സാധാരണ നാം എല്ലാം ചെയ്യാറുള്ള, അതല്ലെങ്കിൽ ചെയ്യേണ്ടുന്നൊരു വിഷയമാണല്ലോ. പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നാം ഉദ്ദേശിക്കുമ്പോൾ, ഉദാഹരണത്തിന് ഒരു പ്രത്യേക യാത്ര, ഒരു ഗൾഫ് യാത്ര ഉദ്ദേശിക്കുന്നു, അതല്ലെങ്കിൽ ഒരു കച്ചവടം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, അങ്ങനെ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ആലിമിനെ, ഒരു സൂഫിയായ, ഒരു സാലിഹായ മനുഷ്യനോട് ചെന്ന് അഭിപ്രായം ചോദിക്കും. ഇന്നാലിനെ സംഗതി ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് പറയും. ഉടനെ തന്നെ ഈ ആലിമ്, ഈ സൂഫി പിന്നെ പറയും അത് ഒരാഴ്ച കഴിഞ്ഞിട്ട് മതി, അതല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞോട്ടെ എന്നിട്ടാവാം, അതല്ലെങ്കിൽ ചെയ്തോ, ഇപ്പൊ അതിന് പറ്റിയ സമയമാണ് എന്നൊക്കെ ആലിമീങ്ങളും സൂഫികളും മറുപടി പറയും. യഥാർത്ഥത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ വിഷയത്തെക്കുറിച്ച് അവരോട് പറയുമ്പോൾ അത് ഒരാഴ്ച കഴിഞ്ഞോട്ടെ,
അതല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞോട്ടെ, അതല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്തോ എന്നൊക്കെ അവർ എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്? ഇതാണ് ഫിറാസ. ഫിറാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. മഹാന്മാരാകുന്ന പല ഔലിയാക്കന്മാരുടെയും സ്വാലിഹീങ്ങളുടെയും സൂഫികളുടെയും ചരിത്രത്തിൽ കാണാം, അവരെ കാണാൻ വേണ്ടി ഏതെങ്കിലും ശിഷ്യന്മാരോ ആളുകളോ ചെല്ലുമ്പോൾ തന്നെ അവരുടെ മനസ്സിലുള്ള കാര്യം അവരിങ്ങോട്ട് പറയും. അതല്ലെങ്കിൽ നീ പൊയ്ക്കോ, നിനക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന രീതിയിൽ അവരെ പറഞ്ഞയക്കും. അതല്ലെങ്കിൽ അവളെ വളരെ സന്തോഷത്തോടുകൂടി അവരെ സ്വീകരിക്കും. ഇതെല്ലാം തന്നെ അള്ളാഹു തആല ഔലിയാക്കന്മാർക്ക് നൽകുന്ന, സ്വാലിഹീങ്ങൾക്ക് നൽകുന്ന ഫിറാസയുടെ ഭാഗമാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. അതെ, ഇവിടെ ടെക്സ്റ്റ് അടിച്ച ഈ ഹദീസ്, ഇത്തഖൂ ഫിറാസത്തുൽ മുഅ്മിനി ഫഇന്നഹു യൻദുറു മിൻ നൂരില്ലാഹ്, ഫഇന്നഹു യൻദുറു മിൻ നൂരില്ലാഹ്, ഫഇന്നഹു യൻദുറു ബിനൂരില്ലാഹ്. രണ്ടു രൂപത്തിലും ഹദീസ് ഉണ്ട്. വളരെ പ്രസക്തമായ ഒരു ഹദീസാണത്. ഇത്തഖൂ ഫിറാസത്തുൽ മുഅ്മിനി, മുഅ്മിനിന്റെ ഫിറാസത്തിനെ നിങ്ങൾ സൂക്ഷിക്കണേ. ഫഇന്നഹു യൻദുറു ബിനൂരില്ലാഹ്, അല്ലാഹുവിന്റെ നൂറ് കൊണ്ടാണ് അവർ നോക്കുന്നത്. അള്ളാഹുവിന്റെ നൂറ് കൊണ്ടാണ് മുഅ്മിനീങ്ങൾ നോക്കുന്നത്. അതുകൊണ്ട് ആ ഫിറാസത്തിനെ നിങ്ങൾ സൂക്ഷിക്കണേ. നമുക്കറിയാമല്ലോ, ഒരു ഇരുട്ടുള്ള സ്ഥലത്തേക്ക് ഒരു ടോർച്ചിന്റെ സഹായത്താൽ നാം ഇങ്ങനെ നോക്കും, ശ്രദ്ധിച്ചു നോക്കും. ഈ ടോർച്ച് എത്ര കണ്ട് പ്രകാശിക്കുന്നു, എത്ര കണ്ട് ലൈറ്റ് തരുന്നു, അതിനനുസരിച്ച് നാം ശ്രദ്ധിക്കുന്ന, നാം നോക്കുന്ന ഭാഗത്തുള്ള ഓരോ സംഗതികളും നമുക്ക് വ്യക്തമായി മനസ്സിലായി കിട്ടും. ലൈറ്റ് മങ്ങിയ ലൈറ്റാണോ, ആ ഭാഗത്തുള്ള വസ്തുക്കൾ, സാധനങ്ങളൊന്നും വ്യക്തമായി കാണാൻ കഴിയില്ല. എന്നാൽ നല്ല പവറുള്ള, നല്ല ലൈറ്റുള്ള ടോർച്ച് അടിച്ചുകൊണ്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നാം നോക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഭാഗത്തുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമായി വെളിവായി കാണും. ഇത് തന്നെയാണ് ഹദീസിൽ പറയുന്നത്, ഇത്തഖൂ ഫിറാസത്തുൽ മുഅ്മിനി, മുഅ്മിനിന്റെ ഫിറാസത്തിനെ നിങ്ങൾ സൂക്ഷിക്കണേ. ഫഇന്നഹു യൻദുറു ബിനൂരില്ലാഹ്, അല്ലാഹുവിന്റെ നൂറ് കൊണ്ടാണ് അവൻ നോക്കുന്നത്. ടോർച്ചിന്റെ സഹായത്താൽ ഇരുട്ടുള്ള ഭാഗത്തേക്ക് ടോർച്ച് അടിച്ചുകൊണ്ട്, പ്രകാശിപ്പിച്ചുകൊണ്ട് ആ ഇരുട്ടുള്ള ഭാഗത്തുള്ള വസ്തുക്കളെ നാം വ്യക്തമായി വേർതിരിച്ച് മനസ്സിലാക്കുന്നത് പോലെ ഔലിയാക്കന്മാർ, സ്വാലിഹീങ്ങൾ നോക്കുന്നത്, അവർക്കുള്ള ടോർച്ച്, അവർക്ക് പ്രകാശം നൽകുന്നത് അള്ളാഹുവിന്റെ നൂറാണ്. അള്ളാഹുവിന്റെ നൂറ് കൊണ്ടാണ് അവർ നോക്കുന്നത്. അതുകൊണ്ടാണല്ലോ പല ഔലിയാക്കന്മാരും അവരെ കാണാൻ വേണ്ടി ചെല്ലുന്ന ആളുകളെ കാണുമ്പോഴേക്കും ഒരുപക്ഷെ അവരെ ആട്ടി പറഞ്ഞേക്കും. അതല്ലെങ്കിൽ നീ സുബ്ഹി നിസ്കരിച്ചു വാ എന്ന് പറഞ്ഞേക്കും. അല്ലെങ്കിൽ നീ കൊടുക്കാനുള്ള കടങ്ങളൊക്കെ തീർത്തുവാ, നീ ഉമ്മാനോട് പൊരുത്തപ്പെടിപ്പിച്ചുവാ, അല്ലെങ്കിൽ കുടുംബത്തിനോട് പൊരുത്തപ്പെടിപ്പിച്ചുവാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഔലിയാക്കന്മാർ അവരെ കാണാൻ വേണ്ടി ചെല്ലുന്ന ആളുകളെ പറഞ്ഞയക്കാറുണ്ട്. ഇത് സാധാരണ നാം കേട്ടുകൊണ്ടിരിക്കുന്ന ഔലിയാക്കന്മാരെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇത്തഖൂ ഫിറാസത്തുൽ മുഅ്മിനി, മുഅ്മിനിന്റെ ഫിറാസത്തിനെ നിങ്ങൾ സൂക്ഷിക്കണം. കാരണം ആ മുഅ്മിന് അള്ളാഹുവിനെ നൂറ് കൊണ്ടാണ് നോക്കുന്നത്. എന്തിനധികം പല വിഷയങ്ങളിലും സുന്നി വിരുദ്ധ പക്ഷത്ത് നിൽക്കുന്ന, പല കാര്യങ്ങളിലും സലഫി ആശയം സ്വീകരിച്ചിട്ടുള്ള ആലൂസി അദ്ദേഹത്തിന്റെ റൂഹുൽ മആനിയിൽ ഇത് സംബന്ധമായിക്കൊണ്ട് പറയുന്നു, ഫയറൗന ബി അബ്സാരി ഖുലൂബിഹിം മാ യജ്രി ഫീ സുദൂരിൽ ഖലായിഖി മിനൽ മുദ്മറാത്ത്. ഔലിയാക്കന്മാർക്ക് അവരുടെ ഹൃദയത്തിന്റെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കും, മാ യജ്രി ഫീ സുദൂരിൽ ഖലായിഖി മിനൽ മുദ്മറാത്ത്, സാധാരണ ജനങ്ങൾ അവരുടെ ഹൃദയത്തിൽ മറച്ചുവെച്ച കാര്യങ്ങൾ എന്തെല്ലാമാണ്, ഇതെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. കമാ യറൗന ലവാഹിറ ബിൽ ഉയൂനിൽ ലാഹിറ, ഈ പ്രത്യക്ഷത്തിലുള്ള കണ്ണുകൊണ്ട് സാധാരണ കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ അവരുടെ ഹൃദയത്തിന്റെ കണ്ണുകളെ കൊണ്ട് പൊതുവെ മനുഷ്യർ അവരുടെ ഹൃദയത്തിൽ മറച്ചുവെച്ച കാര്യം എന്താണ്, ഇതൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും, കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട ഇമാം തൊബരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ പ്രകാരം കാണാം, ഇഹ്ദറു ഫിറാസത്തുൽ മുഅ്മിനി, മുഅ്മിനിന്റെ ഫിറാസത്തിനെ നിങ്ങൾ സൂക്ഷിക്കണേ. ഫഇന്നഹു യൻദുറു ബിനൂരില്ലാഹ്, അല്ലാഹുവിനെ നൂറ് കൊണ്ടാണ് അവൻ നോക്കുന്നത്. വയന്തിഖു ബിതൗഫീഖില്ലാ, അല്ലാഹുവിന്റെ പ്രത്യേകമായി തൗഫീഖ് കൊണ്ടുമാണ് അവൻ സംസാരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഹദീസാണിത്. അവന്റെ നോട്ടം അല്ലാഹുവിനെ നൂറ് കൊണ്ട്, അവന്റെ സംസാരമോ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട്. ഏതെങ്കിലും ഔലിയാക്കന്മാർ ഒരു വ്യക്തിയെ കാണുമ്പോഴേക്കും ആ വ്യക്തി മോശമാണ്, അതല്ലെങ്കിൽ ആ വ്യക്തി നല്ല വ്യക്തിയാണ് എന്നൊക്കെ പറയും. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിസ്കരിച്ചു വാ, നിസ്കാരം ഖളാ വീട്ടി വാ, അല്ലെങ്കിൽ ഒളൂ ചെയ്തു വാ, നിന്റെ ഒളൂ സഹിയായിട്ടില്ല എന്നൊക്കെ അവരെ കാണുമ്പോഴേക്കും പറയും. ഇതൊക്കെ അവർക്കുള്ള ഫിറാസത്ത് കൊണ്ടാണ്, അള്ളാഹുവിന്റെ നൂറ് കൊണ്ടുള്ള അവരുടെ നോട്ടം മുഖേനയാണ് ഇതെല്ലാം മനസ്സിലാകുന്നത്.
വയന്തിഖു ബി തൗഫീഖില്ല, അള്ളാഹിന്റെ തൗഫീഖ് കൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. ഔലിയാക്കന്മാരുടെ ആരിഫ്യങ്ങളോട് എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് രോഗം സുഖമാകും, അല്ലെങ്കിൽ നിന്റെ കച്ചവടം അത് ശരിയാകും, നിന്റെ ഏർപ്പാടുകളൊക്കെ റാഹത്തിലാകും എന്നൊക്കെ അവരാണ് പറയും. അവരുടെ ഈ സംസാരത്തെക്കുറിച്ചാണ് നബി തങ്ങൾ പറയുന്നത് വയന്തിഖു ബി തൗഫീഖില്ല, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ടാണ് അവർ പറയുന്നത്. അള്ളാഹുവിന്റെ പ്രത്യേകമായ നൂറ് കൊണ്ട് അവർക്ക് കാര്യങ്ങൾ അവരുടെ ഹൃദയത്തിന്റെ കണ്ണുകളെ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അവരുടെ സംസാരവും, അപ്പൊ അവരാ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി കൊണ്ട് സംഭവിക്കുകയും ചെയ്യും. ഇന്നലില്ലാഹി ഇബാദൻ യഅരിഫൂന അന്നാസ ബിത്തവസ്സുമി, തവസ്സുമു കൊണ്ട് അഥവാ ഫിറാസത്ത് കൊണ്ട് ജനങ്ങളുടെ സ്വഭാവങ്ങളെ മനസ്സിലാക്കുന്ന പ്രത്യേകമായ അടിമകൾ അല്ലാഹു തആലക്കുണ്ട് എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇമാം ബസ്സാർ റളിയല്ലാഹു അൻഹു അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു സൂഫികളുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട സൂഫിയാണ്, പ്രധാനപ്പെട്ട ആരിഫാണ് ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ഒരു മജ്ലിസിൽ വെച്ചുകൊണ്ട് അവിടുത്തെ ശിഷ്യന്മാരോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഒരു നസ്രാനിയായ ഒരു മനുഷ്യൻ ആ മജ്ലിസിൽ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ആ നസ്രാനിയാകുന്ന മനുഷ്യൻ അവിടെ എണീറ്റ് നിന്നുകൊണ്ട്, ക്രിസ്ത്യാനിയാകുന്ന മനുഷ്യൻ എണീറ്റ് നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ശൈഖ് അവറുകളോട് ചോദിച്ചു, അയ്യുഹ ശൈഖ് മാ മഅന ഹദീസ് ഇത്തഖൂ ഫിറാസത്തുൽ മുഅ്മിനി, നിങ്ങളുടെ പ്രവാചകൻ ഇത്തഖൂ ഫിറാസത്തുൽ മുഅ്മിനി, മുഅ്മിനിന്റെ ഫിറാസത്തിനെ നിങ്ങൾ സൂക്ഷിക്കണേ എന്നൊരു ഹദീസ് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താണ് അതിന്റെ താല്പര്യം? ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിൽ ഒരു ക്രിസ്ത്യാനിയാകുന്ന മനുഷ്യൻ ഈ ഹദീസിനെ കുറിച്ച് സംശയം ചോദിച്ചു. ഫഅത്രഖൽ ജുനൈദു, ഈ ഹദീസ് കേട്ടപ്പോൾ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു തല താഴ്ത്തി. സുമ്മ റഫഅ റഅസഹു, പിന്നെ തല ഉയർത്തി. വഖാല, എന്നിട്ട് ബഹുമാനപ്പെട്ട ശൈഖ് അവറുകൾ പറഞ്ഞു, അസ്ലിം വഖദ് ജാഅ വഖ്തു ഇസ്ലാമിക, നീ മുസ്ലിമാവ്, നിന്റെ ഇസ്ലാമിന്റെ സമയം എത്തിയിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ശൈഖ് അവറുകൾ ആ നസ്രാനിയോട് പറഞ്ഞു. ശൈഖ് അവറുകൾ ആ നസ്രാനി ഫഅസ്ലമൽ ഗുലാം, ആ മനുഷ്യൻ അവിടെ വെച്ചുകൊണ്ട് മുസ്ലിമാവുകയും ചെയ്തു. അതായത് തന്റെ മജ്ലിസിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഹദീസിനെ കുറിച്ച് സംശയം ചോദിച്ചപ്പോൾ ആ സ്വഭാവത്തിൽ നിന്ന്, തന്റെ ആ മനുഷ്യന്റെ നീക്കങ്ങളിൽ നിന്ന്, പെരുമാറ്റത്തിൽ നിന്ന്, ആ മുഖത്ത് നോക്കിക്കൊണ്ട് തന്നെ നോക്കിക്കൊണ്ട് കാര്യം പറയാനുള്ള കഴിവ്, അതിനുള്ള കണ്ണ് ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ഉണ്ടായി. മഹാന്മാരാകുന്ന പല ഔലിയാക്കന്മാരും, ബഹുമാനപ്പെട്ട നമ്മുടെ ഇമാമാകുന്ന ഇമാമിനെ ശാഫിഈ റളിയല്ലാഹു അൻഹു ഫിറാസയിൽ വളരെ കഴിവുള്ള, ഒരുപാട് ഫിറാസത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നവരായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു ഫിറാസത്തിനെ കുറിച്ച് വിശദീകരിക്കുന്നു, അർവാഹുൻ തതഖല്ലബു ഫിൽ മലകൂതി ഫതശ്റഫ് അലാ മആനിൽ ഉയൂബി ഫതൻതിഖു അൻ അസ്റാറിൽ ഖൽഖി നുത്ഖ മുശാഹദത്തിൻ വഇയാനിൻ ലാ നുത്ഖ ളന്നിൻ വഹുസ്ബാൻ. ഇങ്ങനെ മഅരിഫത്ത് കൊണ്ട് അല്ലാഹു അനുഗ്രഹിച്ച ആളുകളാകുമ്പോൾ അവർക്ക് ജനങ്ങളുടെ, സാധാരണക്കാരായ ആളുകളുടെ രഹസ്യങ്ങൾ പറയാൻ സാധിക്കും, ഫിറാസത്തിലൂടെ സാധിക്കും. അത് അനുമാനിച്ചുകൊണ്ട് പറയുന്നതല്ല, കണ്ട് ഉറപ്പാകുമ്പോൾ, കേട്ട് ഉറപ്പാകുമ്പോൾ ഒരു സംഗതിയെക്കുറിച്ച് എത്രമാത്രം ഉറപ്പുണ്ടാകും, ആ ഉറപ്പിന്റെ രൂപത്തിൽ തന്നെയാണ് പറയുന്നത്, വെറും അനുമാനങ്ങളല്ല. ബഹുമാനപ്പെട്ട ഇമാമിനെ ഷാഫി റളിയല്ലാഹുവിനെ കുറിച്ച് അവിടുത്തെ ശിഷ്യനാകുന്ന അബൂ സൗർ റളിയല്ലാഹുവിന് പറയുന്ന ഒരു സംഭവമുണ്ട്. ബഹുമാനപ്പെട്ടവർ പറയുന്നു, കുന്തു ബി ഹദറത്തി ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഞാൻ ഉസ്താദ് ഇമാം ഷാഫിഈ റളിയല്ലാഹുവിന്റെ സദസ്സിലായിരുന്നു. ഇദൻ ജാഅ റജുലുൻ ഫജലസ ബൈന യദൈഹി, ഒരു മനുഷ്യൻ വന്നു ബഹുമാനപ്പെട്ട ഇമാം അവറുകളുടെ മുന്നിലിരുന്നു. ഫനളറ ഇലൈഹി മലിയ, ബഹുമാനപ്പെട്ട ഇമാം അവറുകൾ ആ മനുഷ്യനിലേക്ക് ഇങ്ങനെ നോക്കി. വഖാല ലഹു, ബഹുമാനപ്പെട്ട ഇമാമിനെ ഷാഫിഈ റളിയല്ലാഹു അൻഹു മനുഷ്യനോട് ചോദിച്ചു, അലക അഖുൻ, നിനക്ക് സഹോദരനില്ലേ? ഖാല നഅം, ഉണ്ട്, സഹോദരനുണ്ട്. പക്ഷേ വലാകിന്നഹു ഗായിബൻ ഫിൽ ബഹരി മുൻദു സിനീൻ, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ആ സഹോദരനെ കടലിൽ കാണാതായിട്ടുണ്ട്, സമുദ്രത്തിൽ കാണാതായിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സഹോദരൻ എനിക്കുണ്ട്. ഉടനെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ എന്ന് പറഞ്ഞു, ലഅല്ലഹു ഹാദൽ ജാഇ, തൊട്ടുശേഷം ഒരാൾ ഇവിടെ വരും, അയാളായിരിക്കാം നിന്റെ സഹോദരൻ. ഫഖാമ ഇലൈഹി ഫൈദൻ ഹുവ അഖൂഹു ഖദ് ഖദിമ മിൻ സാഅതിഹി, ഉടനെ തന്നെ ആ സാസിലേക്ക് മറ്റൊരു വ്യക്തി കടന്നു വരികയും ആ കടന്നു വന്ന വ്യക്തി ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കടലിൽ അപ്രത്യക്ഷമായ, സമുദ്രത്തിൽ അപ്രത്യക്ഷമായ ഈ വന്ന മനുഷ്യന്റെ സഹോദരനായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിലുണ്ടായിരുന്ന ശിഷ്യൻ അബൂ സൗർ റളിയല്ലാഹു അൻഹു പറയുന്നു. അപ്പൊ ഈ മനുഷ്യനെ കണ്ടപ്പോഴേക്കും തനിക്ക് അപ്രത്യക്ഷമായ ഒരു സഹോദരൻ ഉണ്ടെന്നും
ആ കാണാതെയായ സഹോദരൻ വരാനും തിരിച്ചു വരാനും ഇവരുമായി കൊണ്ട് കാണുവാനും സമയമായിട്ടുണ്ടെന്നും ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് മനസ്സിലാവുന്നു. ബഹുമാനപ്പെട്ട ഇമാം അവറുകളെ കാണാൻ വേണ്ടി മറ്റൊരു മനുഷ്യനും വന്നപ്പോ ബഹുമാനപ്പെട്ട അബൂ സൗർ റളിയല്ലാഹു അൻഹു തന്നെയാണ് ഈ സംഭവം വിശദീകരിക്കുന്നത്. ഈ കാണാൻ വേണ്ടി വന്ന മനുഷ്യനെ കുറിച്ച് ശിഷ്യൻ അബൂ സൗർ റളിയല്ലാഹു അൻഹു ഇമാം ഷാഫിയോട് ചോദിക്കുന്നു, മാ സിനാഅത്തു ഹാദർ റജുൽ, അല്ല ഉസ്താദെ, ഈ നിങ്ങളെ കാണാൻ വേണ്ടി വന്ന ഈ മനുഷ്യന്റെ ജോലി എന്താണ്? ഇമാം അവറുകൾ പറഞ്ഞു, ജോലി എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഒന്നുകിൽ അദ്ദേഹം ഖയ്യാത്തായിരിക്കാം, അതല്ലെങ്കിൽ നജ്ജാറായിരിക്കാം. അഥവാ ഒന്നുകിൽ വസ്ത്രങ്ങളൊക്കെ തുന്നുന്ന ജോലിക്കാരനായിരിക്കാം, അതല്ലെങ്കിൽ മരപ്പണിക്കാരനായിരിക്കാം. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ശിഷ്യനോട് പറഞ്ഞു, ഫസഅൽന റജുല അൻ സിനാഅതിഹി, ഞങ്ങൾ ഇമാം അവറുകളെ കാണാൻ വേണ്ടി വന്ന, ഉസ്താദിനെ കാണാൻ വേണ്ടി വന്ന ആ മനുഷ്യനോട് തന്റെ ജോലിയെക്കുറിച്ച് ചോദിച്ചറിഞ്ഞു. ഫഖാല, ആ മനുഷ്യൻ പറഞ്ഞു, കുന്തു ഖയ്യാത്തൻ ഫസിർതു നജ്ജാറ, മുമ്പ് ഞാൻ തുന്നപ്പണിക്കാരനായിരുന്നു, ഇപ്പോ ഞാന് മരപ്പണിക്കാരനാണ്. അഥവാ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് ആ മനുഷ്യനെ കണ്ടപ്പോൾ താൻ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന, താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ ധാരാളം ഇമാമാരുടെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ ഫിറാസത്തിലൂടെ അവർ ജനങ്ങളുടെ മനസ്സിലുള്ള, ആളുകളുടെ മനസ്സിലുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞതായും ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്തതായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചുരുക്കത്തിൽ സ്വപ്നം അല്ലാഹു തആല മുഅ്മിനീങ്ങൾക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ്. ഇതേ രൂപത്തിൽ തന്നെ ഒരു അനുഗ്രഹമാണ് ഫിറാസ. പക്ഷേ ഫിറാസ പൊതുവെ എല്ലാവർക്കും ഉണ്ടാകുന്നതല്ല, ഔലിയാക്കന്മാർക്ക്, സ്വാലിഹീങ്ങൾക്ക് മാത്രം ഉണ്ടാകുന്നതും സ്വപ്നം പൊതുവെ മുഅ്മിനീങ്ങൾക്ക് അനുഗ്രഹമായി കൊണ്ട് അല്ലാഹു നൽകിയിട്ടുള്ളതുമാണ്. ഇത്തരം സംഗതികളെ കുറിച്ചെല്ലാം തന്നെ ഇതൊക്കെ എങ്ങനെ, ഇതെല്ലാം എപ്രകാരം എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടായിരിക്കാം ഒരു പക്ഷേ. അവരെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഇമാം മാവർദി റളിയല്ലാഹു അൻഹു അവിടുത്തെ പ്രസിദ്ധമായ അൽ ഹാവി എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, വയഅജിസു ഫീഹൽ മസ്റൂഫു അൻഹാ, ഇതൊന്നും അറിയാത്ത, അനുഭവിക്കാത്ത ആളുകൾ ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുക, ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുക എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇതൊന്നും സംഭവിക്കാത്ത കാര്യങ്ങളാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. അത് അവരുടെ കുറവ് മാത്രമാണ്. അവർക്ക് കുറവുണ്ടായതുകൊണ്ട്, അവർക്ക് മനസ്സിലാവാത്തത് കൊണ്ട് ഇനി ഒരാൾക്കും മനസ്സിലാവുകയില്ല, എല്ലാവർക്കും ഇതേ രൂപത്തിൽ തന്നെയാകുമെന്ന് മനസ്സിലാക്കുന്ന വിഡ്ഢികളാണ് ഇങ്ങനെയുള്ള ആളുകളെന്ന് ബഹുമാനപ്പെട്ട ഇമാം മാവർദി റളിയല്ലാഹു അൻഹു അൽ ഹാവിയിലും ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ പല ഗ്രന്ഥങ്ങളിലും വിശദീകരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് സ്വപ്നത്തെക്കുറിച്ചും ഫിറാസയെക്കുറിച്ചുമെല്ലാം നാം സംസാരിക്കേണ്ടുന്ന ഒരുപാട് ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. സമയം വളരെ വൈകിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ മാത്രം സംസാരിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളെയും ശരിയായ രീതിയിൽ മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്, ഇത് സംബന്ധമായ ഏറ്റവും പ്രസക്തമായ പ്രധാനപ്പെട്ട എന്തെങ്കിലും സംഗതികൾ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് നമുക്ക് പരസ്പരം ചർച്ച ചെയ്യാം, നമ്മുടെ അറിവുകൾ പരസ്പരം പങ്കുവെക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സമയം വളരെ വൈകിയിട്ടുണ്ട്. എല്ലാവരും സഹകരിക്കണം, എല്ലാവരും ദുആ ചെയ്യുക. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഖൈറ് വരുത്തട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ സംസാരം തൽക്കാലം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. وعليكم السلام ورحمة الله تعالى وبركاته. جزاك كثير، جزاك الله خيرا كثيرا وزادك وبارك في علومك وعقلك وفهمك. ബഹുമാന്യരായ അബ്ദുൽ ഗഫൂർ അൻവരി ഉസ്താദ് അവറുകളുടെ വളരെ സാരസമ്പൂർണമായ, അർത്ഥഗർഭമായ, പഠനാർഹമായ, ശ്രദ്ധേയമായ ഒരു ക്ലാസ്സിലായിരുന്നു ഇപ്പോ KICR. അൽഹംദുലില്ലാ, ഒരുപാട് ശ്രോതാക്കൾക്ക്, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുമുള്ള ഒരുപാട് സഹോദരന്മാർക്ക് വളരെ വളരെ ഉപകാരപ്രദമായ ഒരുപാട് വിജ്ഞാന ബിന്ദുക്കൾ, വളരെ കൗതുകം നിറഞ്ഞ, കൗതുകകരമായ ഒരുപാട് അറിവുകൾ പ്രദാനം ചെയ്യുന്നതിന് ഈ പഠനവേദി ഉപകാരപ്രദമായി എന്ന് വളരെ സന്തോഷത്തോടുകൂടി അറിയിക്കുകയാണ്. പ്രിയങ്കരനായ എന്റെ സുഹൃത്തു കൂടിയായ അബ്ദുൽ ഗഫൂർ അൻവരി ഉസ്താദിന്, KICR-ന് വേണ്ടി, ഇതിലെ മുഴുവൻ ശ്രോതാക്കൾക്ക് വേണ്ടിയും എല്ലാ നന്ദിയും സ്നേഹവും കടപ്പാടുകളും അറിയിക്കുന്നു. എല്ലാ തഹയ്യാത്തും തഹാനിയും തബ്രീഖത്തും അറിയിക്കുന്നു. അദ്ദേഹത്തിന്റെ ഈ ഒരു ഖിദ്മത്ത് ദീനിന്, ഇൽമിന്, സുന്നത്ത് ജമാഅത്തിന്, നമ്മുടെ ആദർശ സംരക്ഷണത്തിന് അദ്ദേഹം സമർപ്പിക്കുന്ന ഈ ഖിദ്മത്ത് പടച്ച റബ്ബ് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ, ആമീൻ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യും. നമ്മുടെ ക്ലാസിന്റെ ഒരു ജമാലും, നമ്മുടെ ക്ലാസിന്റെ ഒരു സൗരഭ്യവും സൗന്ദര്യവുമാണ് ഇതുപോലെയുള്ള പഠന ക്ലാസുകൾ എന്ന് വളരെ ആത്മാർത്ഥതയോടുകൂടി ഞാൻ വിശേഷിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ പ്രിയങ്കരനായ അബ്ദുൽ ഗഫൂർ അൻവരി ഉസ്താദിന്
എത്ര നന്ദി പറഞ്ഞാലും മതി വരികയില്ല. എല്ലാവർക്കും വേണ്ടി ഞാൻ വീണ്ടും വീണ്ടും അദ്ദേഹത്തെ നന്ദി അറിയിക്കുകയാണ്. വളരെ പ്രൗഢമായി, വളരെ ആധികാരികമായി രേഖകളുടെ അടിസ്ഥാനത്തിൽ തന്നെ സമർപ്പിക്കുന്ന ഈ ക്ലാസ് വളരെ ഉപകാരപ്രദമാണ്. അദ്ദേഹം ഉദ്ധരിക്കുന്ന കിതാബുകളുടെ മർജുകളൊക്കെ തന്നെ നമ്മൾ കേട്ടു. അൽഹംദുലില്ലാഹ്, ഒരുപാട് മുത്താലാ ചെയ്യുന്ന ഒരു പണ്ഡിതന് മാത്രമേ ഇത്തരം കാര്യങ്ങളെപ്പറ്റി ഇത്രയും ആധികാരികമായി വളരെ ശാന്തതയോടുകൂടി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഈ ശൈലി വളരെ ശ്രദ്ധേയമാണ്. ഒരുപാട് മുത്താലാ ചെയ്യാൻ അല്ലാഹു തആല അദ്ദേഹത്തിന്റെ സമയങ്ങൾക്ക്, അദ്ദേഹത്തിന്റെ ബുദ്ധിക്ക് ഒക്കെ അള്ളാഹു ബർക്കത്ത് നൽകുമാറാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. അതുപോലെ ഈ ക്ലാസ്സിൽ ഇപ്പോൾ ശ്രോതാക്കളായി ഒരുപാട് പണ്ഡിതന്മാർ, ബിരുദധാരികളും മതബിരുദധാരികളും ബിരുദധാരികളല്ലാത്തവരുമായ ഒരുപാട് പണ്ഡിതന്മാർ നിരനിരയായി ക്ലാസ്സിലുണ്ട് എന്നെനിക്കറിയാം. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, എന്നോട് നഫ്സിനോട് പറയാനുള്ളത്, നമ്മളും ഇതുപോലെ കിതാബുകളൊക്കെ മുത്താല ചെയ്തുകൊണ്ട് അറിവുകൾ വർദ്ധിപ്പിക്കണം. നമ്മുടെ മഹത്തായ ഉലമാ, നമ്മുടെ അയിമത്ത് ഒക്കെ ഉണ്ടാക്കി വെച്ച, രചിച്ചു വെച്ച ഗ്രന്ഥങ്ങൾ വിജ്ഞാനങ്ങളുടെ കലവറയാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ വളരെ വലിയ വൈജ്ഞാനിക പൈതൃകമാണ് നമ്മുടെ മുമ്പിലുള്ളത്, എല്ലാ ഭാഷകളിലുമായി. നമ്മുടെ മഹാന്മാരായ ഇമാമിങ്ങളൊക്കെ, പണ്ഡിതന്മാരൊക്കെ രചിച്ചിട്ട് പോയ ഗ്രന്ഥങ്ങൾ നോക്കുമ്പോൾ അതിന്റെ കാറ്റലോഗ് പോലും നമുക്ക് എത്തി നോക്കി പിടിക്കാൻ സാധ്യമല്ല, അത്രമാത്രം ഗ്രന്ഥങ്ങളാണ്. നമ്മൾ സമയമുണ്ടാക്കി, സൗകര്യങ്ങൾ ഉണ്ടാക്കി, കിതാബുകളുടെ മുത്താലകളുടെ ലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ കണ്ണഞ്ചിപ്പിക്കുന്ന വിജ്ഞാനങ്ങളാണ് അവിടെ നമ്മൾ കാത്തിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഇതിനൊന്നും സൗകര്യമില്ലെങ്കിൽ പോലും നമ്മുടെ പ്രിയങ്കരനായ അബ്ദുൽ ഗഫൂർ അൻവരി ഉസ്താദിനെ പോലെയുള്ളവർ നമുക്ക് വേണ്ടി മുങ്ങിത്തപ്പുകയാണ് ഗ്രന്ഥങ്ങളുടെ ലോകത്ത്. സംശയങ്ങളുള്ളവർ റൈസ് ഹാൻഡ് ചെയ്യുക എന്ന്. റൈസ് ഹാൻഡ് ചെയ്തോളൂ, ഞാൻ നിങ്ങളൊക്കെ റൈസ് ഹാൻഡ് ചെയ്തോളൂ. ഞാൻ കൂടുതലൊന്നും ചോദിക്കുന്നില്ല. നിങ്ങൾ ആരും റൈസ് ഹാൻഡ് ചെയ്യാതിരുന്നപ്പോ 1-2 കമന്റ്സ് പറയാന്നേ ഉള്ളൂ, അഭിപ്രായങ്ങൾ പറയാന്നേ ഉള്ളൂ. സംശയമുള്ളവർക്ക് വേണ്ടി ഞാനും പോയി മൈക്ക് കൈമാറും. ഞാൻ എന്റെ സന്തോഷം, നന്ദി എല്ലാവരും അറിയിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അദ്ദേഹം പറഞ്ഞല്ലോ, സംശയങ്ങളുള്ളവരോട് സംശയങ്ങൾ പ്രകടിപ്പിക്കാനും അതുപോലെ തന്നെ കൂട്ടമായി ചർച്ച ചെയ്യാനും ഒക്കെ ആഗ്രഹം പ്രകടിപ്പിച്ചത് കൊണ്ട് ഞാനിതിൽ പങ്കെടുത്തുകൊണ്ട് 1-2 വാക്കുകൾ സംസാരിക്കുന്നത് നല്ലതാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം. അദ്ദേഹം പറഞ്ഞു വന്നപ്പോ 1-2 കാര്യങ്ങൾ ഓർമ്മ വന്നത്. ഒറ്റ കാര്യം മാത്രം ഞാൻ വിശദീകരിക്കുകയല്ല, ഉസ്താദ് എടുത്ത ക്ലാസ്സിന്റെ മേലെ വേറൊരു ക്ലാസ് എടുക്കുകയല്ല, എന്നാൽ പോലും ഒരു ചർച്ചയാകുമ്പോൾ 1-2 കാര്യങ്ങൾ കൂടി പറയുന്നത് നന്നായിരിക്കും. അതുപോലെ സംശയങ്ങളുള്ളവർക്ക് ആ സംശയങ്ങളൊക്കെ ഒന്ന് ക്രോഡീകരിക്കാനുള്ള സമയമാണ് എന്ന് മനസ്സിലാക്കി ഒരു കാര്യം മാത്രം പറയും. ഉസ്താദ് പറഞ്ഞോന്ന് അറിഞ്ഞില്ല, അതായത് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞൊരു വിഷയം തന്നെ. അദ്ദേഹം ഫറാസത്തിനെ പറ്റി പറഞ്ഞപ്പോ ഇത്തഖൂ ഫറാസത്തുൽ മുഅ്മിൻ ഫഇന്നഹു യൻദുറു ബിനൂരിൻ മിൻ നൂരില്ല എന്ന ഹദീസും ബിനൂരില്ല എന്ന 2 രീതിയിലുമുള്ള ഹദീസുകളും അതോടനുബന്ധിച്ച് ചരിത്രങ്ങളും ഒക്കെ പറഞ്ഞ കൂട്ടത്തില് ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു തന്ന ഒരു സംഭവം അതുകൂടെ ഞാൻ അതിനോട് ചേർത്ത് വെക്കുകയാണ്. മഹാനായ ഗസാലി റളിയല്ലാഹു തആല അൻഹു മുഅ്മിനീങ്ങളായ ഒരുപാട് ഔലിയാക്കന്മാരായ ആളുകളുടെ അവരുടെ ഇദ്ദേഹത്തിന്റെ വാക്ക് തന്നെ ഫറാസത്താണല്ലോ. അപ്പോ ഉസ്താദ് അബ്ദുൽ ഗഫൂർ അൻവരി എടുത്ത് പറഞ്ഞു വരുന്ന വിഷയങ്ങള്, മുഅ്മിനീങ്ങള്, ഒരുപാട് സ്വാലിഹീങ്ങൾ, ഇൽമുൽ കശ്ഫ്, ലദുന്നിയായ അറിവോ അത് കശ്ഫിന്റെ ഇൽമൊക്കെ ലഭിച്ച ആളുകൾ, അവർ വളരെ മാലോകർക്ക്, പൊതുജനങ്ങൾക്ക് വളരെ അത്ഭുതകരമായി തോന്നുന്ന വിജ്ഞാനങ്ങൾ, അറിവുകൾ അവർ പകർന്നു പറഞ്ഞു എന്നാണ് ചില മാലൂമാത്ത്. അത് ഭൗതികമായ സോഴ്സുകളിലൂടെ ലഭിച്ചതല്ല എന്ന കാര്യം ഉറപ്പാണ്. ഭൗതികമായ സോഴ്സുകളിലൂടെ എന്ന് പറഞ്ഞാൽ വേറെ ആരെങ്കിലും പറഞ്ഞിട്ടോ എവിടെന്നെങ്കിലും വായിച്ചിട്ടോ അങ്ങനെ മാലൂമായ ഏതെങ്കിലും മസാദിറിൽ നിന്ന്, അതല്ലെങ്കിൽ മനുഷ്യ കഴിവുകൾക്ക്, സാധാരണ മനുഷ്യന്മാരുടെ കഴിവുകളിൽപ്പെട്ട, സാധാരണക്കാരായ ആളുകളുടെ കഴിവുകൾപ്പെട്ട ഏതെങ്കിലും രീതിയിലല്ല അവരത് സമ്പാദിക്കുന്നത്. മറിച്ച് അത് ഒരുതരം സൂപ്പർ നാച്ചുറലാണ് എന്ന് പറഞ്ഞാൽ സാധാരണ ബുദ്ധിക്ക് അതീതമായി നമുക്ക് തോന്നാവുന്ന കാര്യങ്ങൾ അല്ലാഹു തആല നേരിട്ട് അവരുടെ ബുദ്ധിയിൽ അറിവുകൾ ഇട്ടുകൊടുക്കുകയാണ് എന്ന വിഷയം പറഞ്ഞിടത്ത് മാത്രം ഒരു കാര്യമാണ്. ഞാൻ ഈ ക്ലാസിന്റെ തുടക്കത്തിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. ഞാൻ പുറത്ത് 1-2 കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിരുന്നു. അവസാനം ഈ ക്ലാസ്സിലേക്ക് കയറി വന്നപ്പോ അബ്ദുൽ ഗഫൂർ അൻവരിയുടെ വളരെ പ്രൗഢമായിട്ടുള്ള ക്ലാസ് നടന്നു വന്നതാ കണ്ടത്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഞാൻ ചുരുക്കാണ്. ഞാൻ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞ സംഭവം മാത്രം പറയാം. ഒരു മഹാനായ പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ വാക്ക് ഇപ്പൊ പേര് എന്റെ നാക്കിൻ തുമ്പത്ത് ഇപ്പൊ വരുന്നില്ല. ഏതായാലും ഒരു മഹാൻ, ആ മഹാന്റെ അടുക്കൽ വളരെ നിഗൂഢമായ, പൊതുജനങ്ങൾക്കൊന്നും സാധാരണ പണ്ഡിതന്മാർക്ക് പോലും അജ്ഞാതമായ, എന്ന് പറഞ്ഞാൽ അറിയാമായിരുന്നില്ലാത്ത ഒരു മസലയെ പറ്റി, വളരെ ഗാമിളായ ഒരു മസലയെ പറ്റി ഒരാൾ, ഒരു ചോദ്യകർത്താവ് ഒന്നുകൊണ്ട് ചോദ്യം ചോദിച്ചു അദ്ദേഹത്തോട്, ഈ മഹാപണ്ഡിതനോട്. അപ്പൊ അദ്ദേഹം തന്റെ വലതുഭാഗത്തേക്കൊന്നിങ്ങനെ, ആദ്യം ഇടതുഭാഗത്തേക്കൊന്നിങ്ങനെ തിരിഞ്ഞു നോക്കിയെന്ന. ഈ മഹാനായ ചോദിക്കപ്പെട്ട ഒരു മഹാനായ പണ്ഡിതൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ ആഗതം വന്നിട്ട് വളരെ നിഗൂഢമായ മസലയെ പറ്റി, പൊതുജനങ്ങൾക്ക്, സാധാരണ പണ്ഡിതന്മാർക്ക് പോലും അറിയാത്ത കാര്യത്തെപ്പറ്റി ചോദിച്ചപ്പോൾ ഈ പണ്ഡിതൻ എന്താ ചെയ്തത്? അദ്ദേഹം തന്റെ ഇടതുവശത്തേക്ക് ഒന്നിങ്ങനെ തിരിഞ്ഞു നോക്കി. ഒരല്പസമയത്ത് നിശബ്ദതയ്ക്ക് ശേഷം അദ്ദേഹം തല ഉയർത്തി.
പിന്നെ അദ്ദേഹം തന്റെ വലതുവശത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി. ഒരല്പസമയത്തെ നിശബ്ദതയ്ക്ക് ശേഷം അദ്ദേഹം അവിടുന്ന് ഇങ്ങ് തലെടുത്തു. പിന്നെ അദ്ദേഹം തന്റെ നെഞ്ചിന്റെ ഭാഗത്തേക്ക് തല ഇങ്ങ് താഴ്ത്തി. ഇത് അദ്ദേഹം ഒരു സാർ പറഞ്ഞോന്ന് അറിഞ്ഞിട്ടോ, ഒരുപക്ഷെ പറഞ്ഞ സംഭവം തന്നെ ആയിരിക്കും. അദ്ദേഹം നെഞ്ചിന്റെ ഭാഗത്തേക്ക് തല ഒന്ന് താഴ്ത്തി. എന്നിട്ട് അതിന്റെ മറുപടി പറഞ്ഞു, വളരെ ഗരീബായ എന്ന് പറഞ്ഞാൽ വളരെ കൗതുകകരമായ, ഈ ചോദ്യകർത്താവിന്റെ എല്ലാ എന്താ പറയാ തൃഷ്ണയും വിജ്ഞാന തൃഷ്ണയും തീർക്കാൻ പോകുന്ന ഉഗ്രമായ ഉജ്ജ്വലമായ ഒരു മറുപടി അതാ കിട്ടിയത്. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തേ ചോദ്യം ചോദിച്ചപ്പോ ആദ്യം ഇടത്തോട്ടും പിന്നെ വലത്തോട്ടും പിന്നെ കീഴ്പോട്ടും നോക്കിയിട്ടാണ് നിങ്ങൾ മറുപടി എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ ചോദ്യത്തിന്റെ ഉത്തരം ആദ്യം എന്റെ ഇടതുഭാഗത്തിരിക്കുന്ന മലക്കിനോട് ചോദിച്ചു. ഓരോ മനുഷ്യന്റെ കൂടി രണ്ട് മലക്കുണ്ടല്ലോ, ഇടതും വലതും രണ്ട് മലക്കുകളുണ്ടല്ലോ. ഇടതുഭാഗത്തുള്ള മലക്കിനോട് ചോദിച്ചപ്പോ ആ മലക്ക് കൈമലർത്തി എന്ന് പറഞ്ഞാൽ മലക്കിനെ അറിയില്ല, മലക്കിന് ആ വിഷയത്തിൽ വ്യക്തമായ മറുപടി തരാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ വലതുഭാഗത്തേക്ക് നോക്കി, വലതുഭാഗത്തേക്ക് തിരിഞ്ഞ് അവിടെ ഇരിക്കുന്ന മലക്കിനോട് ചോദിച്ചു, എന്താ അതിന്റെ വിഷയം? ആ മലക്കും എനിക്ക് കൃത്യമായി മറുപടി പറഞ്ഞു തന്നില്ല. അപ്പോ ഞാൻ എന്റെ നെഞ്ചിന്റെ ഭാഗത്തേക്ക് എന്റെ നെഫ്സിനോട്, എന്റെ സെൽഫിനോട്, എന്റെ ആത്മാവിനോട് എന്നർത്ഥം ഞാൻ ചോദിച്ചു. അപ്പോ എനിക്കതിന്റെ മറുപടി കിട്ടി. അപ്പൊ ഇതിന്റെ ഒരു ഗുണപാഠം അതല്ലെങ്കിൽ ഇതിന്റെ ഒരു സന്ദേശമായി ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തന്ന എന്താ, അല്ലാഹു തആല അവന്റെ മനുഷ്യരുടെ കൂട്ടത്തിൽപ്പെട്ട മജ്ജയും മാംസവും എല്ലും തോലുമെല്ലാമുള്ള മനുഷ്യന്മാർ, ആ മനുഷ്യന്മാർക്കൊരു വിഷയം അല്ലാഹു തആല അവന്റെ മലായികത്തിനു പോലും അറിയിച്ചു കൊടുത്തിട്ടില്ലാത്ത ചില മാലൂമാത്തിന്റെ മേൽ അള്ളാഹു വെളിപ്പെടുത്തും മഹാന്മാരായ ഇതുപോലെയുള്ള ഔലിയാക്കന്മാരെ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ പറയുമ്പോൾ ആ വാക്കുകൾക്കൊക്കെ വലിയ ഫലവും അതൊക്കെയാണ് നമ്മൾ ഇപ്പൊ പലപ്പോഴും പല വിഷയങ്ങളിലും പല വ്യക്തികളുടെ കാര്യത്തിലും മഹാനായ ഗണ്ണിയത്ത് ഉസ്താദിന്റെ അതുപോലെയുള്ള മഹാന്മാരുടെ വാക്കുകളൊക്കെ പുലരുന്നു നമ്മൾ പറയുന്ന വെറുതെ ഒരു വർത്താനം പറയല്ല. പല അവസരങ്ങളിലും മഹാന്മാരായ പണ്ഡിതന്മാര്, ആലിമീങ്ങള്, സൂഫിവര്യന്മാരായ ആരിഫീങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞു പോകുന്ന ആളുകൾ, അവരൊക്കെ മുഖലക്ഷണം നോക്കി തന്നെ പറയുന്നത് നമുക്കത് കാണാൻ കഴിയും. എത്രയോ ചരിത്രങ്ങൾ, അത് പുരാതന ചരിത്രത്തിൽ, മുൻഗാമികളുടെ ചരിത്രത്തിലുണ്ട്. നമുക്കൊക്കെ പരിചയമുള്ള നമ്മുടെയൊക്കെ കാലത്ത് ജീവിച്ചവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നവരുമായിട്ടുള്ളവരുടെ ചരിത്രത്തിലും എല്ലാം ഉണ്ട്. അവർ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ ഇങ്ങനെ എഴുതിയത് വായിക്കുന്നത് പോലെ വായിക്കാൻ പറ്റും അവർക്ക്. എഴുതിയൊരു കടലാസിൽ നിന്നെന്ന പോലെ, ഒരു സ്ലേറ്റിൽ നിന്നെന്ന പോലെ, ഒരു സ്ക്രീനിൽ നിന്ന് എന്ന പോലെ അവർക്ക് ആളുകളുടെ മുഖത്ത് നോക്കി അത് വായിച്ചും എടുക്കാൻ പറ്റും. അതൊക്കെ ഫറാസത്തിന്റെ അറിവുകളിൽപ്പെട്ടതാണ്. ഇതൊക്കെ സാധാരണക്കാർക്ക് കിട്ടാത്ത അറിവുകളുമാണ്. ഒരു വേള പരിശുദ്ധ സൂറത്തുൽ കഹ്ഫിലെ ആ ചരിത്രങ്ങൾ പറയുന്നത് തന്നെ മഹാനായ ഖിദ്ർ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെറിയ കുട്ടിയെ കണ്ടപ്പോ, പിഞ്ചിളം പ്രായത്തിലുള്ള ആ കുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നതപ്പോ ആ കുട്ടിയെ പിടിച്ചു കൊന്നെന്ന് പറഞ്ഞല്ലോ. അല്ലാഹു തആല അറിയിച്ചു കൊടുത്തിട്ട് തന്നെയാണത്. അതും ഒരുതരം ഫറാസത്തിന്റെ വകുപ്പിൽപ്പെട്ടത്. ആ കുട്ടിയുടെ മുഖത്ത് നോക്കിയപ്പോഴേ അദ്ദേഹത്തിന് ഭാവിയിൽ ആ കുട്ടി വലിയ തമ്മാടിയാകുന്നുള്ള കാര്യം മനസ്സിലായി നടക്കമുള്ള കാര്യങ്ങൾ. ഇത് സൈക്കോളജി എന്ന് ജാഫർ വില്ലൻ സുഹൃത്ത് പറയുന്നു. സൈക്കോളജി ഒരു തരം വെറും ഒരു സൈക്കോളജി അല്ല അത്. സൈക്കോളജിയിൽ അങ്ങനെ ഒരു വളവോളം ഉണ്ടാവാം, ഒരളവോളമൊക്കെ ഉണ്ടാവാം. ഒരാളുടെ മുഖത്ത് ഇപ്പൊ ഇൻട്രോവർട്ടാണോ എക്സ്ട്രോവർട്ടാണോ, ആൾ അന്തർമുഖനാണോ, അതിപ്പോ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടാൽ മനസ്സിലാവും. അയാൾ തല ഉയർത്തിപ്പിടിക്കുന്ന ഓരോ ആൾ കോൺഫിഡൻസ് ഇല്ലെന്ന് നമ്മൾ പറയാറുണ്ട്. ഇത് വെറും ഒരു സൈക്കോളജി എന്നതിനപ്പുറം അവരുടെ ഭാവിയിലേക്ക് പോലും നോക്കിയിട്ട് പറയാം. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അവർക്ക് വരാനിരിക്കുന്ന അവസ്ഥകൾ പോലും. മഹാനാ മൊഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. ചെറുപ്പത്തിലെ മൊഹീദ്ദീൻ ഷെയ്ഖ് അവറുകളും അതുപോലെ അദ്ദേഹത്തിന്റെ സതീർത്ഥ്യരായിട്ടുള്ള രണ്ടാളുകളൊക്കെ പോയി ഒരു മഹാനെടുക്കൽ ചെന്ന് പോയി എന്നൊക്കെ. അങ്ങനെ മൊഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിന്റെ സതീർത്ഥ്യരായ ശരീക്കന്മാരായ ആളുകളും പോയ കൂട്ടത്തിൽ ഇബ്നു സഖ എന്നു പേരായ ഒരു വൃത്തികെട്ടവൻ ഉണ്ടായിരുന്നു. ഗുരുത്തക്കേടിന് വരികയായിരുന്നു അവൻ ചെന്നത് ആ പറഞ്ഞ പണ്ഡിതനെ അളക്കാനും അയാളുടെ അറിവിന്റെ പാണ്ഡിത്യത്തിന്റെ അളവും തൂക്കും എടുക്കാനായിരുന്നു. എന്ന് പറഞ്ഞാൽ അയാളെ പരീക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. അപ്പൊ ചെന്ന് കണ്ടപാടെ പറഞ്ഞു, ഇന്നാലിന്റെ ചോദ്യങ്ങളല്ലേ നിന്റെ മനസ്സിലുള്ളത്, അതിന്റെ ഉത്തരം ഇതാ, നീ എന്നെ പരീക്ഷിക്കാൻ വന്നതല്ലേ എന്ന അർത്ഥത്തിൽ. അവർ ചില ആളുകൾ ചെന്നത് കാര്യങ്ങൾ ചോദിച്ചറിയാനും മനസ്സിലാക്കുവാനാ. പക്ഷെ മഹാനാ മൊഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കണ്ട് ബർക്കത്തെടുക്കാൻ തന്നെ ചെന്നതാണ്. അപ്പൊ ഓരോന്നിനെയും അതിന്റേതായ രീതിയിൽ അവർ ഡീൽ ചെയ്തു എന്നതാണല്ലോ ആ ചരിത്രത്തിന്റെ ഒരു ഭാഗം. അപ്പൊ തന്നെ വന്ന് കാണുന്നവരെ മുഖത്ത് നോക്കുമ്പോഴേ ലക്ഷണങ്ങളങ്ങ് പറഞ്ഞു കൊടുക്കുക. അവരെന്തിനാ വന്നത് മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളങ്ങ് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ വന്ന കാര്യം എന്താണ്? അവരുടെ ഉള്ളിലിരിപ്പ് കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാ ഞാൻ നിങ്ങളുടെ കൽഭാഗമെന്നോവർ എന്നാണല്ലോ ആ വരികൾ. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാ ഞാൻ നിങ്ങളുടെ കൽഭാഗമെന്നോവർ എന്നല്ലേ വരികള്. അല്ലെങ്കിൽ തിരുത്തുണ്ടെങ്കിൽ തിരുത്തണം. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ, ഇതൊക്കെ തന്നെ ഹദീസിലൊക്കെ പറഞ്ഞു. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ
അകത്തുള്ള കാര്യങ്ങൾ ഞാൻ ഇങ്ങ് പുറത്തു പറയും. ഇത് മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു പറഞ്ഞപ്പോൾ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കിയാണ് ആവശ്യമായ. വെറുതെ അങ്ങനെയൊക്കെ പറയോ ഗൈബ് അറിയോ അള്ളാഹ്ക്കല്ലാന്ന്. അള്ളാഹു തആല ഗൈബായ കാര്യങ്ങള് അള്ളാഹു തആല മനുഷ്യന്മാർക്ക് അറിയിച്ചു കൊടുക്കും. പല ഗൈബ് എന്ന് പറഞ്ഞാൽ അപ്പൊ ആപേക്ഷികാണല്ലോ. ഗൈബ് എന്ന് പറഞ്ഞാൽ ആപേക്ഷികാണ് ആ കാര്യങ്ങള്. ഒറ്റ ഉദാഹരണം മതി. ഗൈബിനെ പറ്റി പറഞ്ഞ പലരും ചോദിക്കാറുള്ള ചോദ്യം, ഗൈബ് എങ്ങനെ നാടന്മാർക്കാണ്? ഗൈബ് എന്ന് പറഞ്ഞാൽ ആപേക്ഷിക. ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് ഒബാമ എന്നുള്ളത് അമേരിക്കയിൽ പ്രസിഡന്റിനെ കാണുന്ന അതല്ലെങ്കിൽ വൈറ്റ് ഹൗസിൽ മൂപ്പർ എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറിവ് പോലെയല്ല എനിക്കും നിങ്ങൾക്കും അറിവുള്ളത്. ഞാൻ ഇപ്പൊ ഒബാമനെ നേരിട്ട് ഹയാത്തോടു കൂടി കണ്ടിട്ടില്ല. അപ്പൊ നമുക്ക് ഒരർത്ഥത്തിൽ ഗൈബാണ്, ഗൈബായ ഒരു വിവരാണ് അമേരിക്കൻ പ്രസിഡന്റ് ഒബാമ എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ഗൈബ് എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണിനെ തൊട്ടത് മറഞ്ഞതാണെന്ന അർത്ഥത്തില്. അതല്ലാതെ അതിപ്പോ ഗൈബായ ഒരു വിവരം എന്ന് പറഞ്ഞ ആപേക്ഷികാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആപേക്ഷികമാണ്. അപ്പൊ ഗൈബായ കാര്യം അള്ളാഹു തആലയെ സംബന്ധിച്ചിടത്തോളം ഗൈബായതൊന്നുമില്ലല്ലോ. അള്ളാഹു തആലക്ക് ഗൈബായതൊന്നുമില്ല. അള്ളാഹുക്കെ ഹാദിറാണ്. പിന്നെ ഗൈബ് എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല അമ്പിയാക്കന്മാർക്ക് ഔലിയാക്കന്മാർ ഗൈബായ കാര്യങ്ങൾ ഒരുപാട് ഖുർആൻ ഷരീഫിൽ തന്നെ പറഞ്ഞല്ലേ. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാര്യമായ ഒരു മുഈസത്ത് തന്നെ എന്താ, ഓരോരുത്തർ ഒരേ എണീറ്റ് വരുമ്പോൾ പറയും നിങ്ങളെ പുരയിൽ ബമാ തദ്ഖിറൂന ഫീ ബുയൂത്തിക്കുന്നൊക്കെ. നിങ്ങളെ വീട്ടിൽ ഒളിച്ചു വെച്ചത് എന്താ, നിങ്ങളെ പുരയിൽ എന്താ ഉള്ളത്, നിങ്ങൾ രാവിലെ എന്ന് നിങ്ങളെ വീട്ടിൽ ചായക്ക് എന്തെന്ന് വെടിയുന്ന ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞു എന്തെന്നു. അത് വായി നോക്കിയിട്ടും വായി മണത്തിട്ടും അല്ലല്ലോ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവർ കഴിച്ച ഭക്ഷണത്തിനെ പറ്റി പറയുന്ന ഗൈബായ കാര്യങ്ങൾ, വീട്ടിൽ ഒളിച്ചു വെച്ച സൂക്ഷിച്ചു വെച്ച സ്റ്റോർ റൂമിനകത്ത് എന്നതാ ഉള്ളതെന്ന് പറഞ്ഞിരുന്നു ഈസാ നബി അലൈഹി സ്വലാം. എന്ന് പറഞ്ഞാൽ അത് കട്ട് നോക്കിയിട്ടും ഒളിഞ്ഞു നോക്കിയിട്ടും അതുപോലെ ഷോർട്ട് സർക്യൂട്ട്സ് ടി വി വെച്ചിട്ടും ക്യാമറ വെച്ചിട്ടും ഒളിക്യാമറ വെച്ചിട്ടൊന്നും അല്ല പറയുന്നത്. അതാണ് ഗൈബായ കാര്യങ്ങൾ അറിയാന്ന് പറയുന്നത്. മഹാന്മാരായ ആളുകൾക്ക് അല്ലാഹു തആല ഇങ്ങനെ കശ്ഫിന്റെ അറിവുകൾ കൊടുക്കും. ഈ ചർച്ച വളരെ വലുതാണ്, വളരെ വലിയ ബഹ്സാണിത്. എല്ലാ ചർച്ചകളിലേക്കും ഞാൻ കടന്നു പോകുന്നില്ല. 277 ചോദിക്കാൻ അവസരം നൽകൂ പ്ലീസ് എന്ന് വളരെ വളരെ ദയനീയമായി പറയുന്നുണ്ട്. അപ്പൊ എന്റെ കത്തി ഇനി ഞാൻ വല്ലാതെ പിന്നെ നീട്ടുന്നില്ല. ഞാനൊരു കത്തി എടുക്കാൻ വേണ്ടി പറഞ്ഞതുമല്ല. ആർക്കെങ്കിലും ഒരു ശല്യം തോന്നിയെങ്കിൽ സോറി. ഞാൻ അദ്ദേഹത്തിന്റെ ചർച്ചയിൽ നമ്മുടെ പ്രിയങ്കരനായ അബ്ദുൽ ഗഫൂർ അൻവരി ഉസ്താദിന്റെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത് പറഞ്ഞതേ ഉള്ളൂ. ചർച്ചയാകുമ്പോൾ അങ്ങനെയാണല്ലോ എന്നുള്ള ഒരു ചർച്ച എന്ന മര്യാദക്ക് വേണ്ടി മാത്രം പറഞ്ഞതാണ്. അത് ഇനിയും സംശയ നിവാരണത്തിന് ആഗ്രഹിക്കുന്നവരുണ്ട്, പിന്നെ സംശയ നിവാരണങ്ങൾക്ക് ആഗ്രഹിക്കുന്നവരുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി മൈക്ക് കൈമാറുന്നു. പ്രിയങ്കരനായ ഉസ്താദിന് നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒരിക്കലൂടെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദീർഘിപ്പിച്ചു പോയതിൽ സംശയ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നലെ ഞാൻ ചോദിച്ചിരുന്നത് ഇൻഷാ അല്ലാഹ് പിന്നെ ഇവിടെ പറഞ്ഞ പോലെ പിന്നീടൊക്കെ ചോദിക്കാം. ഇന്ന് ഉസ്താദിന്റെ ക്ലാസ്സിൽ നിന്ന് എനിക്ക് അറിയേണ്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കണ്ടാല് ഈ യഖ്ളത്തിലും കാണാൻ കഴിയും എന്ന് ഉസ്താദിന്റെ വിശാവതരണത്തിൽ കേട്ടു. അങ്ങനെ നബി തങ്ങളെ യഖ്ളത്തിൽ കണ്ട വല്ല സംഭവവും സഹാബത്തിന്റെയോ താബിഈങ്ങളെയോ മഹാന്മാരുടെയോ ആധികാരികമായ വല്ല സംഭവവും ഉസ്താദിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എവിടെയാണ് ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. രണ്ടാമത്തത്, ബഹുമാനപ്പെട്ട സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയുന്ന കൂട്ടത്തില് അദ്ദേഹം പഠിക്കാൻ വളരെ പിന്നോട്ടായിരുന്നുവെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യഖ്ളത്തിൽ കണ്ടു, തങ്ങളുടെ ഉമിനീര് അദ്ദേഹത്തിന്റെ വായിൽ വെച്ചു കൊടുത്തതിന്റെ ശേഷമാണ് അദ്ദേഹത്തിന് ഇൽമ് ലഭിച്ചത് എന്നൊക്കെ, അത് യഖ്ളത്തിലാണ് സ്വപ്നാണ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാനത് കണ്ടിട്ടില്ല. അത് ഉസ്താദിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും താരീഖിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളും ഒന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട സൽമാൻ അസ്ഹരി ഉസ്താദിന്റെ സംശയം നാം കേട്ടല്ലോ. രണ്ട് വിഷയങ്ങളാണ് ബഹുമാനപ്പെട്ട അസ്ഹരി ഇവിടെ ഉന്നയിച്ചത്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടാൽ യഖ്ളത്തിലും കാണാൻ സാധിക്കുമെന്ന് ഞാനിവിടെ പറഞ്ഞിരുന്നു. അതിന് അങ്ങനെ സംഭവിച്ചതായി വല്ല ചരിത്രത്തിലുമുണ്ടോ? ആ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്, നബി തങ്ങളെ സ്വപ്നത്തിൽ കണ്ടാൽ യഖ്ളത്തിലും കാണാൻ സാധിക്കുമെന്ന് ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഫതുഹുൽ ബാരി പറയുന്നുണ്ട്. മൻ റആനി ഫിൽ മനാമി ഫസയറാനി ഫിൽ യഖ്ള. ഇതാണ് സഹീഹുൽ ബുഖാരിയുടെ ഹദീസ്. ഇതിന് എല്ലാ മുഹദ്ദിസീങ്ങളും ഇപ്രകാരം അർത്ഥം നൽകിയിട്ടില്ല.
മുഹദ്ദിസീങ്ങൾ പല രൂപത്തിലും ഈ ഹദീസിനെ വിശദീകരിക്കുന്നു, വ്യാഖ്യാനിക്കുന്നു. അങ്ങനെ പല മുഹദ്ദിസീങ്ങളും പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. കൂട്ടത്തിൽ മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തിയ ഒരു അഭിപ്രായമാണ് സ്വപ്നത്തിൽ എന്നെ കണ്ടാൽ അവർക്ക് യഖ്ലത്തിലും എന്നെ കാണാൻ സാധിക്കും എന്നുള്ളത്. അതായത് ഈ ഹദീസിന്റെ താല്പര്യം ഇപ്രകാരം തന്നെയാണ് എന്ന് മുഹദ്ദിസീങ്ങൾക്ക് ഇത്തിഫാക്കുള്ള വിഷയമല്ല. യഥാർത്ഥത്തിൽ നമ്മുടെ ഇമാമുമാർ പറഞ്ഞതും കിതാബിലുള്ളതും മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. അതല്ലാത്ത ഒന്നും നമുക്ക് ഹദീസിനെ വിശദീകരിച്ചുകൊണ്ടോ മറ്റോ പറയാൻ പറ്റില്ല. ഇതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ നിലപാട്. ഇഫ്റാത്തും തഫ്രീത്തും നമുക്ക് അന്യമാണ്. രണ്ടും നമുക്ക് പാടില്ലാത്ത വിഷയമാണ്. മൻ റആനി ഫിൽ മനാമി ഫസയറാനി ഫിൽ യഖിള എന്ന ഹദീസിനെ പല രൂപത്തിലും മുഹദ്ദിസീങ്ങൾ വിശദീകരിക്കുന്നു. കൂട്ടത്തിൽ ഒരു വിശദീകരണം ഫതുഹുൽ ബാരി പറയുന്നു, അന്നഹു യറാഹു ഫിദ്ദുനിയ ഹഖീഖതൻ വയുഖാതിബുഹു. യഖിളത്തിൽ തന്നെ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്റെ കണ്ണുകളെ കൊണ്ട് കാണാൻ സാധിക്കും, നബി തങ്ങളോട് സംസാരിക്കാനും സാധിക്കും. ഇതിന് അനുബന്ധമായിക്കൊണ്ട് രണ്ട് സംഭവങ്ങളും ഫതുഹുൽ ബാരി തന്നെ പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട അസ്ഹരി ഉസ്താദ് എന്റെ വിശദീകരണം, എന്റെ സംസാരം മുഴുവൻ കേട്ടിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സ്വപ്നം കാണുകയും അങ്ങനെ ആ സ്വപ്നത്തെക്കുറിച്ച് നബി തങ്ങളെ സ്വപ്നം കാണുകയും ഈ ഹദീസുമായി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട ചിലരെ സമീപിക്കുകയും ഈ വിഷയം പറയുകയും ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപയോഗിച്ചിരുന്ന കണ്ണാടി നൽകുകയും ആ കണ്ണാടിയിലൂടെ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് നബി തങ്ങളെ കാണാൻ സാധിക്കുകയും ചെയ്തു എന്ന ഒരു സംഭവം. മറ്റൊന്ന് ഫതുഹുൽ ബാരി തന്നെ പറയുന്നു, വനുഖില അൻ ജമാഅത്തി മിനസ് സ്വാലിഹീൻ അന്നഹും റഅൗ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മനാം സുമ്മ റഅൗഹു ബഅദ ദാലിക ഫിൽ യഖിള വസഅലൂഹു അൻ അശിയാഅ കാനൂ മിൻഹാ മുതഖവ്വിഫീന ഫഅർശദഹും ഇലാ തരീഖി തഫ്രീജിഹാ ഫജാഅ അൽ-അംറു കദാലിക. ഇത് ഫതുഹുൽ ബാരിയുടെ വിശദീകരണമാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി യഖ്ലത്തിൽ ഒത്തുകൂടാൻ സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഫഅജാബ ബിഖൗലിഹി നഅം യുംകിനു ദാലിക, ഇത് സാധിക്കും. ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി, ഇമാം ബാരിസി, താജുദ്ദീൻ സുബ്കി, അഫീഫുൽ യാഫിഖി, ഇമാം ഖുർത്തുബി, മാലിക്കി മദ്ഹബിലെ പ്രധാന പണ്ഡിതനാകുന്ന ഇബ്നു അബി ജംറ റളിയല്ലാഹു അൻഹും ഇവരെല്ലാവരും തന്നെ ഈ കാര്യത്തിന് ധാരാളം ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വിഷയം സമർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. മാത്രമല്ല ബഹുമാനപ്പെട്ട ഹൈതമി തന്നെ വിശദീകരിക്കുന്നു, ഒരു ഫഖീഹിന്റെ സദസ്സിൽ ഒരു വലിയ പങ്കെടുക്കുകയും ആ ഫഖീഹ് ഒരു ഹദീസ് ഉദ്ധരിക്കുകയും ചെയ്തപ്പോൾ ആ ഹദീസിനെ കുറിച്ച് ഈ വലിയ അഭിപ്രായം പറയുകയും അങ്ങനെ നബി തങ്ങളെ യഖ്ലത്തിൽ കാണേണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്രകാരം ഹദീസിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് എന്നെല്ലാം തന്നെ ഫതാവൽ ഹദീസിയയിലാണ് ഈ സംഭവമുള്ളത്. ഞാൻ എന്റെ അവതരണത്തിൽ പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വിശദീകരിക്കാതെ ഇങ്ങനെ ചുരുക്കി പറഞ്ഞു പോകുന്നത്. മാത്രമല്ല ബഹുമാനപ്പെട്ട ധാരാളം ഇമാംമാരെ കുറിച്ച് ബഹുമാനപ്പെട്ട ജാമിഉസ് സഗീറിന്റെ ഗ്രന്ഥകർത്താവ് ജാമിഉസ് സഗീർ ഹദീസിന്റെ കിതാബ് ജാമിഉസ് സഗീറിന്റെ ഗ്രന്ഥകർത്താവ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് ജാമിഉസ് സഗീറിന്റെ ഗ്രന്ഥകർത്താവ് അത് ആരാണെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ജാമിഉസ് സഗീറിന്റെ ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു, ജാമിഉസ് സഗീറിന്റെ ഗ്രന്ഥകർത്താവ് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു, ഇവരെല്ലാവരും ധാരാളം തവണ നബി തങ്ങളെ യഖ്ലത്തിൽ തന്നെ കണ്ടിരുന്നു എന്ന് പറയുന്ന സംഭവങ്ങൾ, ചരിത്രങ്ങൾ സീറയുടെ ഗ്രന്ഥങ്ങളിൽ ധാരാളം കാണാം. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് യഖ്ലത്തിൽ തന്നെ, ഉണർവിൽ തന്നെ. പിന്നെ ഇമാം തസ്താസാനി റളിയല്ലാഹുവിനെ കുറിച്ച് പറയപ്പെടുന്ന ഈ സംഭവം, അത് യഖ്ലത്തിലാണോ അല്ല മനാമിലാണോ? ഞാൻ കണ്ടത് അൽ അഅ്ലാം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിലാണ് ആ സംഭവം കണ്ടിട്ടുള്ളത്. അൽ അഅ്ലാം എന്ന പേരിൽ ധാരാളം ചരിത്രത്തിന്റെ കിതാബുകളുണ്ട്. ഉത്തരേന്ത്യയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന അൽ അഅ്ലാം എന്ന പേരിലുള്ള രണ്ട് ഗ്രന്ഥങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഒന്ന് ഇന്ത്യയിലുള്ള മുസന്നിഫീങ്ങളെ പരിചയപ്പെടുത്തുന്ന, ഗ്രന്ഥകർത്താക്കളെ പരിചയപ്പെടുത്തുന്ന, രചയിതാക്കളെ പരിചയപ്പെടുത്തുന്ന ഒരു അഅ്ലാം. മറ്റൊന്ന് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല പൊതുവെ നമ്മുടെ ഉത്തരേന്ത്യയിലെ സ്ഥാപനങ്ങളിൽ, മദ്രസകളിൽ, കോളേജുകളിലെല്ലാം പഠിപ്പിക്കുന്ന
കിതാബുകളുടെ മുസന്നിഫീങ്ങളെ പരിചയപ്പെടുത്തുന്ന അൽ അഅ്ലാം എന്ന പേരുള്ള ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിലാണ് ബഹുമാനപ്പെട്ട തഫ്താസാനി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള ചരിത്രം ഞാൻ കണ്ടിട്ടുള്ളത്. ആ ഗ്രന്ഥത്തിൽ പറയുന്നത് അത് സ്വപ്നത്തിലായിരുന്നു എന്നാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, ഈ വിഷയ സംബന്ധമായിട്ടോ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ പ്രസക്തമായ വിഷയങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് തൽക്കാലം നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഇൻഷാ അല്ലാഹ് നമ്മുടെ ആദർശ പഠന ക്ലാസ് ഇനി മറ്റു ദിവസങ്ങളിൽ ഉണ്ടാകുമല്ലോ. ഇനി ഞായറാഴ്ചയാണ് ഇനി അടുത്ത ആദർശ പഠന ക്ലാസിന്റെ സമയം. അപ്പോൾ വിഷയവുമായി ബന്ധപ്പെട്ട അതല്ലെങ്കിൽ നമ്മുടെ ആദർശ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സംഗതികളൊന്നും ഇല്ലെങ്കിൽ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണെങ്കിൽ ഏറ്റവും സൗകര്യമാകും. ചില ബുദ്ധിമുട്ടുകളൊക്കെ ശാരീരികമായ ചില ക്ഷീണം പ്രയാസമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് പ്രധാനപ്പെട്ട സംഗതികളാണ് ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടി സമയം നമുക്ക് അതിനുവേണ്ടി ഉപയോഗിക്കാം. അതിനുശേഷം നമുക്ക് പെട്ടെന്ന് ചർച്ച അവസാനിപ്പിക്കുകയും ചെയ്യാം. നിങ്ങൾ എല്ലാവരും സഹകരിക്കണമെന്ന് അറിയിക്കുന്നു. ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദ് കേൾക്കുന്നുണ്ടോ? ഓക്കെ ഉസ്താദ്, ഒരു ചോദ്യം. നമ്മള് റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ട് എന്ന് പറഞ്ഞു, പക്ഷെ അത് റസൂലാണ് എന്ന് എങ്ങനെ നമ്മൾ കാരണം ഉറപ്പിക്കുക? കാരണം ഇതിന്റെ മുമ്പ് നമ്മൾ റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ല. ഇനി അങ്ങനെ തന്നെ കണ്ടാൽ തന്നെ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ആ വ്യാഖ്യാനങ്ങൾ അങ്ങനെയാണ്, റസൂൽ ഇങ്ങനെ വന്നിരുന്നു, അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ലഘുമായ ഒറ്റ ക്വസ്റ്റ്യാണ്. അങ്ങനെ കണ്ടാൽ തന്നെ അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? അത് റസൂലാണ്, എന്താണ് ഉറപ്പ്? അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ നബിതങ്ങളെ സ്വപ്നത്തിൽ കണ്ടാൽ അത് നബിതങ്ങൾ തന്നെയാണ് എന്ന് എങ്ങനെ ഉറപ്പിക്കും? ഇനി അങ്ങനെ സ്വപ്നം കണ്ടാൽ അത് മറ്റുള്ളവരോട് ആ വിഷയം പറയാൻ പറ്റുമോ? രണ്ട് വിഷയങ്ങളാണ് ബഹുമാനപ്പെട്ട സഹോദരൻ ചോദിച്ചത്. ഏതായിരുന്നാലും ബഹുമാനപ്പെട്ട PMR ഷൗക്ക എന്ന ഐഡിയിലുള്ള സഹോദരൻ ഇന്നും ഇന്നലെയും സ്വപ്നത്തെക്കുറിച്ച് നാം പറഞ്ഞ നമ്മുടെ ക്ലാസ് കേട്ടിട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത്. അങ്ങനെ കേട്ടിരുന്നെങ്കിൽ തീർച്ചയായും ഈ സംശയത്തിന് ഉണ്ടാവുകയില്ല. കാരണം സ്വപ്നം കണ്ടാൽ, നല്ല സ്വപ്നമാണെങ്കിലും ചീത്ത സ്വപ്നമാണെങ്കിലും സ്വപ്നം കണ്ടാൽ അത് മറ്റുള്ളവരോട് പറയാൻ പറ്റുമോ ഇല്ലേ? നബിതങ്ങളെ എന്നല്ല, ഏത് നല്ല സ്വപ്നമാണെങ്കിലും അത് മറ്റുള്ളവരോട് പറയാൻ പറ്റുമോ ഇല്ലേ? ചീത്ത സ്വപ്നമാണെങ്കിൽ അത് പറയാൻ പറ്റുമോ ഇല്ലേ? ചീത്ത സ്വപ്നമാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ ചെയ്യേണ്ടത്? കണ്ട സ്വപ്നം നല്ലതാണോ ചീത്തതാണോ എന്ന് എങ്ങനെ തിരിച്ചറിയും? ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്നലെ വിശദീകരിച്ചിരുന്നു. അതായത് നല്ല സ്വപ്നമാണെങ്കിൽ, ഞാൻ ബഹുമാനപ്പെട്ട സഹോദരന് വേണ്ടി ആ വിഷയം ചുരുക്കി പറയാം. നല്ല സ്വപ്നമാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളോടോ അതല്ലെങ്കിൽ സ്വപ്നത്തെക്കുറിച്ച് ശരിയായ രീതിയിൽ വ്യാഖ്യാനം പറഞ്ഞു തരാൻ സാധിക്കുന്ന ആളുകളോടോ മാത്രം ആ സ്വപ്നത്തെക്കുറിച്ച് പറയുക. ഇതാണ് സ്വപ്നം മറ്റുള്ളവരോട് പറയാൻ പറ്റുമോ ഇല്ല എന്നതിന്റെ മറുപടി. ചീത്ത സ്വപ്നമാണെങ്കിൽ പിന്നെ അത് ആരോടും പറയരുത് എന്നാണ് ഹദീസിലുള്ളത്. പക്ഷെ കണ്ട സ്വപ്നം ചീത്തതാണോ അല്ലേ, അതായത് തലാഉബു ശൈത്താൻ എന്ന് പറഞ്ഞ ആ വകുപ്പിൽപ്പെട്ടതാണോ അല്ലേ, ഇത് പ്രത്യക്ഷത്തിൽ നമുക്ക് തീരുമാനിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ സ്വപ്ന വ്യാഖ്യാനം പറയാൻ സാധിക്കുന്ന ആളുകളുടെ വിഷയം ചോദിക്കേണ്ടി വരും. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചിരുന്നു. പിന്നെ മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടാൽ അത് നബിതങ്ങൾ തന്നെയാണ് എന്ന് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കുകയാണ് എന്ന്. അതായത് പിന്നെ ഭൂരിപക്ഷം ഇമാമുമാരും മുഹദ്ദിസീങ്ങളും അഭിപ്രായപ്പെടുന്നത് നബിതങ്ങളെ ഏതു രൂപത്തിൽ കണ്ടാലും അത് നബിതങ്ങൾ തന്നെയാണ് എന്ന് ഉറപ്പിക്കാം. പക്ഷേ ഏറ്റവും ലാഹിറായ സിഫത്തുകളോടുകൂടിയാണ് കാണുന്നതെങ്കിൽ, അതായത് നബിതങ്ങളുടെ യഥാർത്ഥ സിഫത്തോടുകൂടി, ഗുണത്തോടുകൂടി, വിശേഷണങ്ങളോട് കൂടി തന്നെ കാണുകയാണെങ്കിൽ അത് തഅബീറിന് ആവശ്യമില്ലാത്ത സ്വപ്നവും, അല്ല മറ്റൊരു രീതിയിൽ കണ്ടാൽ അത് തഅബീറിന് ആവശ്യമുള്ള സ്വപ്നവും ആണെന്നും, അതോടുകൂടി യഥാർത്ഥത്തിൽ നബിതങ്ങൾക്ക് എന്ത് സിഫത്തുകളാണോ അറിയപ്പെട്ടിട്ടുള്ളത് ആ സിഫത്തുകളോട് കൂടിയല്ല കാണുന്നതെങ്കിൽ ഈ സ്വപ്നം കാണുന്ന വ്യക്തിയിൽ ദീനിയായ ഹലലുകൾ, കുറവുകൾ ഉണ്ട് എന്നതിന് തെളിവാണ് എന്നെല്ലാം തന്നെ മനസ്സിലാക്കേണ്ടതാകുന്നു എന്ന് ഫതുഹുൽ ബാരിയും മറ്റും ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ ഇന്ന് വിശദീകരിച്ചിരുന്നു. അപ്പൊ അതാണ് ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒന്ന് DC ആയി. ജസാക്കല്ലാഹു ഖൈർ ഗഫൂർ അൻവർ ഉസ്താദ്. എത്ര തന്നെ നന്ദി പറഞ്ഞാലും മതിവരില്ല. കാരണം ശക്തമായ പനിയുമായിട്ടാണ് ഇന്ന് ഗഫൂർ അൻവർ ഉസ്താദ് നമുക്ക് ക്ലാസ് എടുത്തു തന്നത്. ഉസ്താദിന് തീരെ വയ്യ. അതുകൊണ്ടാണ് ഉസ്താദ് ഒരുപാട് ചോദ്യകർത്താക്കൾ ഉണ്ട് എന്ന് ഞങ്ങൾക്കറിയാം.